യഥാർത്ഥ സന്തോഷം. എങ്ങനെ ദൈവമക്കൾക്ക് ദൈവത്തിൽ സന്തോഷിക്കാൻ പറ്റും? ഹല്ലേലൂയ. നമ്മുടെ മുഖത്തിനൊരു ആനന്ദം ഉണ്ടാകണം. അവങ്കിലേക്ക് വായിച്ചല്ലോ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ആരൊക്കെ ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ടുണ്ടോ അവരുടെ മുഖം ആദരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ പാട്ടിലും ഒക്കെ നാം ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുകയാണ്. വിശുദ്ധ തിരുവെഴുത്ത് 2 പുസ്തകങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 66 പുസ്തകങ്ങളുള്ള 2 പുസ്തകങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമ്മളതിൻ്റെ പഴയ നിയമമെന്നും ഒരു മുഖവരയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ ഒന്നുകൂടെ പറയും, നിങ്ങളുടെ അറിവ് ഒന്നും കൂടെ ഒന്ന് ഊർജ്ജപ്പെടുത്തുവാൻ. പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും. എന്നാൽ പഴയ നിയമമാണോ വലുത്, പുതിയ നിയമമാണോ വേണ്ടതെന്നുള്ളൊരു വലിയ കൺഫ്യൂഷനുണ്ട്. അതുകൊണ്ട് ഈ പഴയതെന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് ഇതിനെ പഴയതായിട്ട് തോന്നുന്നത്. പുതിയ നിയമത്തിനും ഉണ്ട് എത്ര വർഷത്തെ പഴക്കം? 2. അത് കേട്ടാൽ നമ്മൾ ഓർക്കും പുതിയ നിയമം ഇന്നലെ എഴുതിയാണെന്ന്. നമ്മൾ പുതിയ നിയമം എന്ന് പറയുമ്പോൾ ഓർക്കുകയോ കഴിഞ്ഞ ആഴ്ച എഴുതിയത് കൊണ്ട് നമ്മളിതിനെ പുതിയ നിയമം എന്ന് വിളിക്കുന്നത്. പഴയതും പുതിയതും തമ്മിൽ അങ്ങനെ നമ്മളൊരു വ്യത്യാസവും ഇല്ല. പഴയ നിയമം പുതിയ നിയമം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഈ സ്വഭാവത്തിൻ്റെ 2 പുസ്തകങ്ങളാണ്. അതുകൊണ്ടാണ് ചിലർക്ക് പഴയ നിയമത്തോട് സ്നേഹം കൂടുതൽ, ചിലർക്ക് പുതിയ നിയമം മതിയെന്ന് പ്രസംഗിക്കുന്നവരുണ്ട്. ഇത് രണ്ടും നമുക്ക് പ്രയോജനപ്പെടുന്നത് ദൈവ സ്വഭാവത്തിന് 2 വശങ്ങളുണ്ട്. ഒരു നാണയം എടുത്താൽ, അല്ലെങ്കിൽ ഒരു കറൻസി എടുത്താൽ അതിന് 2 വശമുള്ളതുപോലെ, ഒരു വശം ബ്ലാങ്ക് ആണെങ്കിൽ എത്ര അക്ഷരത്തിൽ കറൻസി എഴുതിയാലും അതിന് വാലിഡിറ്റി ഇല്ലാത്തതുപോലെ ദൈവ സ്വഭാവത്തിൻ്റെ ഈ 2 വശങ്ങൾ നാം തിരിച്ചറിയണം. പഴയ നിയമത്തിൽ ഉടനീളം കാണുന്നത്, ആ ദൈവത്തെ നാം കാണുന്നത് ദൈവത്തിൻ്റെ നീതിയുടെ സ്വഭാവമാണ്. നീതിമാനായ ദൈവം, പാപത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന, പാപത്തിന് ഉടനെ ശിക്ഷ കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷയൊക്കെ തൽക്ഷണം, മനുഷ്യൻ തെറ്റ് ചെയ്താൽ ഉടനെ അടി കിട്ടുന്നതാണ് പഴയ നിയമം. അതുകൊണ്ട് പലപ്പോഴും ദൈവത്തിൻ്റെ അടുക്കൽ വരുവാൻ മനുഷ്യന് ഭയമായിരുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം പർവ്വതത്തിൻ്റെ മുകളിൽ എഴുതി കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, പർവ്വതത്തിൻ്റെ അടുത്തുള്ള ഒരു മൃഗം പോയാൽ പോലും എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞതിനെ കൊല്ലണം. അത്ര ഭയങ്കരമായിരുന്നു. എബ്രായ ലേഖന കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് മോശ പോലും അടുത്ത് ചെല്ലുവാൻ ഭയപ്പെട്ടു പോയെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയുടെ മുഖമാണ്. ദൈവം എപ്പോഴും നീതിയാണ്. അനീതി തൊട്ടു ദേശിയിട്ടില്ലാത്ത വിശുദ്ധനായ, വിശുദ്ധിയിൽ ഭയങ്കരനായ, സർവശക്തനായ ദൈവം, നീതിയുള്ള ദൈവം. ആ നീതിയുടെ അടുത്തേക്ക് നമുക്ക് ചെല്ലുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ നീതിയുടെ മുമ്പാകെ മനുഷ്യന് ചെല്ലുവാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതം വെച്ച് ചെല്ലുവാൻ കഴിയത്തില്ല. അപ്പോൾ പാപം ചെയ്യുന്നവർ മരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ നീതി, പാപത്തിന് ശിക്ഷയുണ്ടെന്നുള്ള ദൈവത്തിൻ്റെ നീതി നിലനിൽക്കുമ്പോൾ, മാനവജാതി തെറ്റുകാരായി മാറി നിൽക്കുമ്പോഴാണ് പുതിയ നിയമം എന്ന പുതിയ സംവിധാനം ദൈവം കൊണ്ടുവന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിയമമാണ് പുതിയ നിയമം. നീതിയുള്ള ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തി, നീതിമാനായ ദൈവം അകന്നുനിന്ന പാപിയെ ആലിംഗനം ചെയ്ത്, ഇന്ന് നാം കാണുന്ന പോലെ എനിക്കും നിങ്ങൾക്കും ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ വരുവാൻ ദൈവം ഒരുക്കിയ സ്നേഹത്തിൻ്റെ വഴികൾക്കായി നന്ദിയോടെ നാം കർത്താവിന് സ്തോത്രം ചെയ്യണം. യേശുവിനെ കണ്ടുമുട്ടുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മൾ പലരെയും ജീവിതയാത്രയിൽ കണ്ടുമുട്ടാറുണ്ട്. ഞാൻ ധാരാളം യാത്ര ചെയ്യുന്നു, പല രാജ്യങ്ങളും പലരെയും കാണാറുണ്ട്. പിന്നീട് എല്ലാവരെയും ഓർത്തിരിക്കണമെന്നൊന്നുമില്ല, കണ്ട ഓർമ്മയുണ്ടായിരിക്കാം, എല്ലാവരും തിരിച്ചു വിളിക്കണമെന്നൊന്നുമില്ല. പക്ഷേ യേശുവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ ഇന്ന് വരെ യേശു നമ്മുടെ അടുത്ത സ്നേഹിതനായി. നിങ്ങളുടെ തൊട്ട അപ്പനേക്കാൾ, അമ്മയേക്കാൾ, സഹോദരനേക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ എൻ്റെ അടുത്തെനിക്ക് യേശു ഉണ്ട് എന്ന വെളിപ്പാട് നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ആ പുസ്തകത്തിലേക്ക് നാം പ്രവേശിച്ചു വരുമ്പോൾ സന്തോഷത്തിൽ കൂടെ മാത്രമേ ഒരു ദൈവമക്കൾക്ക് ഉണർവുണ്ടാകത്തുള്ളൂ. ഈ ഞാൻ പറഞ്ഞു വരുന്ന സന്തോഷം എന്ന് പറയുന്നത് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സന്തോഷമല്ല. പ്രിയ പൈതൽ അത് ഓർപ്പിച്ചായിരുന്നു. എറ്റേണൽ ജോയ് ദാറ്റ് നെവർ എൻഡ്സ്, ഒരിക്കലും അവസാനിക്കാത്ത ഒരു നിത്യസന്തോഷം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരു 6-7 കാര്യങ്ങൾ പഠിക്കണം. ഉണർവുണ്ടാകുന്നതിൻ്റെ തെളിവായി, ദ റിഫ്ലക്ഷൻ ഓഫ് ദ റിവൈവൽ, ഓഫ് ദ റിസൾട്ട് ഓഫ് ദ റിവൈവൽ ഈസ് ദ പീപ്പിൾ ബിഗൻ ടു റിജോയ്സ് ഇൻ ദ ലോർഡ്. ദൈവമക്കൾ ദൈവത്തിൽ സന്തോഷിക്കുന്നു. അവിടെ രോഗം വന്നാലും പാട്ടുപാടും, കഷ്ടത വന്നാലും പാട്ടുപാടും, നിന്ന വന്നാലും പാട്ടുപാടും. ഇടത്തും വലത്തും ആരുമില്ലേലും നമ്മുടെ സന്തോഷം എടുക്കാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ദുഃഖത്തിൻ്റെ വേള, ഹൃദയം മുറിഞ്ഞിരിക്കുകയായിരിക്കാം, മനസ്സ് വേദനിച്ചിരിക്കുകയായിരിക്കാം, അകത്ത് നിന്നയും പരിഹാസമായിരിക്കാം, പക്ഷെ ആദരത്തിൽ സ്തുതിയും സ്തോത്രവും ഉണ്ടായിരിക്കും. അതാ ഉണർവിൻ്റെ ലക്ഷണം. കൂട്ടത്തിൽ ആരുമില്ലായിരിക്കാം, ഒറ്റപ്പെട്ടു പോയേക്കാം, ആരും സഹായമില്ല, അതെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോയേക്കാം. അപ്പോഴും നമ്മുടെ സന്തോഷം എടുത്തു കളയുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം നമ്മൾ ഉണർത്തപ്പെട്ടവരാണ്. ഹല്ലേലൂയ.
അതുകൊണ്ട് ഇന്ന് രാത്രികാലം ആ ഉണർവെന്ന് പറയുന്നത് ആർക്കും എടുത്തു കളയുവാൻ കഴിയാത്ത സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉടമസ്ഥരായി നാം മാറി എന്നതാണ് നാം ഉണർത്തപ്പെട്ടെന്ന തെളിവ്. അല്ലെങ്കിൽ പാട്ട് കഴിയുമ്പോൾ നമ്മുടെ ഉണർവ് തീരും, കൺവെൻഷൻ കഴിയുമ്പോൾ നമ്മുടെ ഉണർവ് മാറിപ്പോകും, പ്രസംഗം തീരുമ്പോൾ നമ്മുടെ ആ ആനന്ദം തീർന്നു പോകും. പക്ഷെ നിങ്ങൾ ദൈവത്തിൽ സന്തോഷിക്കാൻ തുടങ്ങിയാൽ, കർത്താവിൽ സന്തോഷിക്കാൻ തുടങ്ങിയാൽ ആ സന്തോഷം ആർക്കും എടുത്തു കളയാൻ കഴിയത്തില്ല. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിലുള്ള വിശ്വാസികളോട് പറയുന്നു, ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ, കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു. കയ്യിൽ എനിക്ക് ചങ്ങലയുണ്ടായിരിക്കാം, കാലാമത്തിലായിരിക്കാം, ശരീരം മുറിവേറ്റ് തടവിലായിരിക്കാം, പുറത്തിറങ്ങുമോ എന്ന ഭാവി എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ആ തടവറയിലും എനിക്ക് കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിയും. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, സാഹചര്യങ്ങളെ പുറകോട്ട് മാറ്റിവെച്ചുകൊണ്ട് ആത്മാവിൽ സന്തോഷിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ, ആത്മാവിൽ നൃത്തം ചെയ്യുവാൻ, ആത്മാവിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ആരൊക്കെ തയ്യാറാകുന്നോ ആ സന്തോഷത്തെ എടുത്തു കളയുവാൻ ഒരു പിശാചിനോ ഒരു അശുദ്ധ ശക്തികൾക്കോ ഒരു അന്ധകാരത്തിനോ ഒരു പ്രതിസന്ധിക്കോ കഴിയത്തില്ല എന്ന ഉത്തമ ബോധ്യം ഇന്ന് രാത്രി നമുക്കുണ്ടാകണം. എത്ര പേർക്ക് ആ ബോധ്യം അകത്തുണ്ടല്ലോ? എൻ്റെ സന്തോഷം ആർക്കും എടുക്കുവാൻ കഴിയത്തില്ല, ആർക്കും എടുത്തു കളയുവാൻ കഴിയാത്ത സന്തോഷം, ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത സമാധാനം. ഈ വിഷയങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ നാം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റിവൈവൽ എന്ന പദം കൊണ്ട് 3 കാര്യങ്ങൾ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിച്ചിട്ട് ഞാൻ മുഖവര പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് വരാം. പ്രധാനമായി 3 തലമുറയിൽ റിവൈവൽ ഞാൻ ഓർപ്പിച്ചല്ലോ, ജീവൻ ഉണ്ടായി, ചൈതന്യമുണ്ടായി. സ്തോത്രം. 3 സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ വിടുവിച്ച 3 കാര്യങ്ങൾ നമുക്കൊന്ന് ആമുഖമായി പറഞ്ഞു നോക്കാം. എങ്ങനെയാണ് റിവൈവൽ ഉണ്ടായത്, അല്ലെങ്കിൽ ചൈതന്യം എന്നൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലായിടത്തും ചൈതന്യം, ജീവൻ എന്നൊരു പദമാണ്. ഒന്നാമതല്ലേ, 130 വയസ്സുള്ള ഒരു അപ്പച്ചന് റിവൈവൽ ഉണ്ടായി. നമ്മൾ 130 വയസ്സുള്ളവരൊന്നും കണ്ടിട്ടില്ല. ഹല്ലേലൂയ. എങ്ങനെങ്കിലും 70 ജീവിച്ച് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ചിന്തയിലാണ് നമ്മൾ നടക്കുന്നതല്ലേ. 70 ഏറെ ആയാൽ 80 എന്നൊക്കെ പാടും. പക്ഷെ ഇച്ചിലൂടെ കിട്ടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ 130 വയസ്സുള്ള ഒരു പിതാവിനുണ്ടായ റിവൈവലിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നീ വേണിച്ചൂടെ സ്പീഡ് കുറയ്ക്കാൻ കൂട്ടാൻ കുഴപ്പമില്ല. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം, അതിൻ്റെ 25 മുതൽ 27 വരെ വായിക്കണം. പക്ഷെ 27 മാത്രം വായിച്ചാൽ മതി. യോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെ അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടുപോകുവാൻ യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം. ആ വാക്ക് റിവൈവ്ഡ് എന്നാണ്. ജേക്കബ് വാസ് അഗൈൻ റിവൈവ്ഡ് എന്നുള്ള പദമാണ്. യാക്കോബിന് വീണ്ടും ചൈതന്യം ഉണ്ടായി. ഹല്ലേലൂയ. ചൈതന്യമില്ലാതായപ്പോൾ ഒരു മനുഷ്യൻ സ്വർഗത്തോളം എത്തുന്ന കോവേണിയൊക്കെ ദർശനം കണ്ടതാണ്. ഇഷ്ടം പോലെ ആടുമാടുകളും ധനസമ്പാദനങ്ങളും ജീവിതത്തിലുണ്ടായി. ജീവിതത്തിൽ നന്മകളുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്, ഒന്നും കുറവില്ലാത്തൊരു മനുഷ്യൻ. എവിടെ നോക്കിയാലും ഹല്ലേലൂയ, യാക്കോബ് എന്ന വലിയ മനുഷ്യൻ, യാക്കോബ് എന്ന ഉയർച്ചയുള്ള മനുഷ്യൻ, യാക്കോബെ നീ ഭാഗ്യവാൻ എന്ന് അഭിസംബോധന ചെയ്യത്തക്കവണ്ണം എല്ലാം ഉള്ളൊരു മനുഷ്യൻ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 13-ലേറെ വർഷമായിട്ട് നിരാശപ്പെട്ടിരിക്കുക. ചരിത്രം അറിയാവുന്നത് കൊണ്ട് ഞാൻ അത് വിശദീകരണത്തിന് പോകുന്നില്ല. തൻ്റെ സ്നേഹഭാജനമായിരുന്ന, സ്നേഹപുത്രനായിരുന്ന യോസഫിനെ കാണാതായിട്ട് 13 വർഷമായി. അതെൻ്റെ സഹോദരന്മാരെ വിറ്റതാണെന്ന് ഒന്നും അറിയാത്തൊരു മനുഷ്യനാണ്. കാരണം തെളിവായിട്ട് തൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്. ഇവിടെ നാം വായിക്കുന്നത്, യാക്കോബിൻ്റെ തലയിനുടെ കീഴിൽ യോസഫിൻ്റെ രക്തം പുരണ്ട വസ്ത്രമുണ്ട്. ഞാനിവിടെ നിന്നോട് എത്രയൊക്കെ അലറിക്കേറി പ്രസംഗിച്ചാലും തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ കൈ തെളിവുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എന്തുണ്ടാകത്തില്ല? പറഞ്ഞാട്ട് ഉണർവുണ്ടാകത്തില്ല. എൻ്റെ കൂട്ടത്തിലുണ്ടേ? അല്ലല്ലേ, ഇവിടെ ഞങ്ങൾ എല്ലാവരുടെ തലക്കൈ വെച്ച് കുലുക്കി പ്രാർത്ഥിച്ചാലും പാസ്റ്ററെ ഈ തെളിവ് കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് എന്തുണ്ടാകത്തില്ല? എന്താ തെളിവെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോണ്ട്, എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് തെളിവുണ്ടാകും. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് അതിനെ ഓവർ റൈറ്റ് ചെയ്യുന്ന മറ്റൊരു തെളിവ് നിങ്ങളുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയിൽ ഞാൻ അത് ആത്മാർത്ഥമായി വിശ്വസിക്കും. ഇറ്റ്സ് നോട്ട് ഓൺലി ജസ്റ്റ് എ കൺവെൻഷൻ, ഇറ്റ്സ് എ ടൈം ഓഫ് വി ആർ റിസീവിങ് ആൻഡ് റെസ്റ്റോറിങ്. ആസ് ദ മാൻ ഓഫ് ഗോഡ് സെഡ്, ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് റെസ്റ്റോറേഷൻ. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടത് മടക്കി തരുവാൻ. ഹല്ലേലൂയ. കൈവിട്ടു പോയത്, കൈമോശം വന്നു പോയത് തിരികെ വരത്തില്ലെന്ന് പറഞ്ഞത്, കാലപ്പഴക്കം കൊണ്ട് കാലഹരണപ്പെട്ടു പോയെന്ന് എഴുതിത്തള്ളിയത്, കണ്ണുനീര് മാത്രമാണ് ഈ മുറിയിൽ തളം കെട്ടി നിൽക്കുന്നതെന്ന് കണ്ണുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ പുത്തൻ തെളിവ് തന്ന് എൻ്റെ ജനത്തെ ഉണർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർക്ക്
കർത്താവിന് ആമേൻ പറയുവാൻ ഇന്ന് രാത്രി എത്ര പേർ? ഹല്ലേലൂയ. റീബാന ഹതുരാധകന. ഇത് സാധാരണ ഒരു യോഗമല്ല. പരിശുദ്ധാത്മാവ് ചിലരെ വിവേചിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ കരം ചലിക്കുന്ന, എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് ദൈവം പ്രവർത്തിക്കുന്ന രാത്രിയാണെന്ന് എത്ര പേർക്ക് സ്വപ്നം കാണുവാൻ കഴിയും? അത്താരൗഡല ഹംതരജാന റീമനസിയാര ഹതരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കഴിഞ്ഞ 13 വർഷമായി ഈ മകൻ എവിടെയാണെന്ന് അറിയത്തില്ല. തൻ്റെ സ്നേഹപുത്രനായിരുന്ന 17-ാമത്തെ വയസ്സിൽ വീട് വിട്ട് സഹോദരന്മാരെ തേടി, അല്ലെങ്കിൽ താൻ കൊടുത്തുവിട്ട അപ്പക്കഷ്ണമായി, താൻ കൊടുത്തുവിട്ട ആഹാരമായി സഹോദരന്മാരെ തിരക്കിപ്പോയ ഈ നല്ല മനുഷ്യൻ, ഈ കൊച്ചു യൗവനക്കാരൻ, പക്ഷെ കഴിഞ്ഞ 13 വർഷമായി അപ്പൻ അറിയത്തില്ല മകൻ എവിടെയാണ്. സഹോദരന്മാർ വിചാരിച്ചു തങ്ങൾ മിദ്യാനിലേക്ക്, മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞ ആ കുഞ്ഞ് അവിടെ പോയി അടിമയായി ജീവിക്കുന്നുവെന്ന്. ആർക്കും അറിയത്തില്ല. ആ ടോക്ക് ആ വീട്ടിനകത്തില്ല. പക്ഷേ യാക്കോബ് മാത്രം, അല്ലെങ്കിൽ മറ്റധ്യായങ്ങൾ ചേർത്ത് പഠിച്ചാൽ എന്നും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു വിലാപഗീതം പാടിയിട്ട യാക്കോബ് ഉറങ്ങുന്നത്. എൻ്റെ മകനെ യോസഫേ, എൻ്റെ മകനെ യോസഫേ. എത്ര അലറിയ കരഞ്ഞത്. അല്ലല്ല, എൻ്റെ നര ദുഃഖത്തോടെ പാതാളത്തിൽ പോകും. നോക്കൂ, സ്വർഗത്തോളം ഉയർത്തുന്ന കോവേണി കണ്ടവനാണ്. ദൈവദൂതന്മാർ കയറി ഇറങ്ങുന്ന മനോഹര കാഴ്ച ദർശനമായി കണ്ട യാക്കോബാണ്. ദൈവം ഉയരത്തിൽ നിന്നുകൊണ്ട് വാഗ്ദത്തം കൊടുത്തവനാണ്. കല്ല് നാട്ടി എണ്ണയൊഴിച്ച് ആരാധന കഴിച്ചവനാണ്. അന്യദേശത്തും ദൈവത്തിൻ്റെ വർദ്ധനവ് കണ്ടതാണ്. ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് സാക്ഷ്യം പറഞ്ഞവനാണ്. യാബോക്കിൻ്റെ കടവിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സ്പർശനത്താൽ അനുഗ്രഹം പ്രാപിച്ചവനാണ്. ഇസ്രായേൽ എന്ന പേര് സമ്പാദിച്ചവനാണ്. ഗോത്ര തലവനാണ്. ഒരു രാഷ്ട്രമായി ഒക്കെ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുക. പക്ഷെ അകത്ത മുറിയിൽ ആരും കാണാതെ ഒരു കരച്ചിലുണ്ട്. മതി, മതി. ഹല്ലേലൂയ. എൻ്റെ മകൻ മരിച്ചുപോയി, ഇനി അവൻ മടങ്ങി വരത്തില്ല. എനിക്കല്ല, എൻ്റെ എല്ലാം ദുഃഖമാണ്. നര ദുഃഖത്തോടെ പാതാളത്തിൽ പോകും. പലപ്പോഴും നമ്മുടെ സാഹചര്യം ഇങ്ങനെയൊക്കെയല്ലേ. കാരണം പാടുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ പാട്ട് പാടും, കൈയടിക്കുമ്പോൾ കൈയടിക്കും, സ്തോത്രം പറയും, അന്യഭാഷയിൽ നൃത്തം ചെയ്ത് ആരാധിക്കും. പക്ഷേ ഒറ്റയ്ക്കായി പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും രക്തം പുരണ്ട ഒരു വസ്ത്രം നിങ്ങളുടെ കയ്യിലുണ്ട്. കാട്ടുമൃഗത്തിൻ്റെ ചോര പുരണ്ട മകന് തയ്പ്പിച്ചു കൊടുത്ത നിറമുള്ള നിലയെങ്കിൽ അതിൻ്റെ നിറം ഇപ്പോൾ ഒറ്റ നിറമാണ്. പണ്ട് നല്ല നിറമായിരുന്നു, ഇന്ന് അതിന് രക്തത്തിൻ്റെ മണമാണ്. ഇന്നതിന് വേദനയുടെ നിറമാണ്. ഇന്നതിന് നിന്ദയുടെ നിറമാണ്. ഇന്നതിന് അപമാനത്തിൻ്റെ നിറമാണ്. ഇന്നതിന് കാലത്തിൻ്റെ നിറമാണ്. ഇന്ന് പകൽക്കാലം ആ നിറത്തെ മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി എൻ്റെ കുടുംബത്തിൽ വെളിപ്പെടുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എൻ്റെ ദുഃഖത്തിൻ്റെ നിറം മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ കരം. ഒരു ഹല്ലേലൂയ. എൻ്റെ വേദനയുടെ നിറം മാറ്റുന്ന, എൻ്റെ മങ്ങിപ്പോയ പ്രതീക്ഷകളുടെ ഹല്ലേലൂയ ആ മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ദൈവം ചെയ്യും. ഹല്ലേലൂയ. അത് വിശ്വസിക്കണം നാം. ഹല്ലേലൂയ. അങ്ങനെ വേദനയോടെ ഇരിക്കുന്ന 13 വർഷം. അപ്പോഴാണ് മിസ്രയീമിലെ ധാന്യം വാങ്ങുവാനൊക്കെ സഹോദരന്മാർ പോയതും. ചരിത്രം നിങ്ങൾക്കറിയാം. നിങ്ങൾ ആ മനസ്സിലേക്ക് ആ ചിത്രമെല്ലാം കടന്നു വന്നാൽ മതി. മിസ്രയീമിലേക്ക് ധാന്യം വാങ്ങാൻ പോകുന്നു, 2ാം വട്ടം പോകുന്നു. ഹല്ലേലൂയ. അങ്ങനെ അവസാനം 45-ാം അധ്യായം യോസഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയും മിസ്രയീമിലെ 2ാമത്തെ അധികാരിയാണ് യോസഫ് എന്ന് അവർക്ക് മനസ്സിലാക്കി ഭയന്നു പോയ അവരെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി പിതാവിനെ കൂടെ മടക്കി എവിടെ കൊണ്ടുവരണം? മിസ്രയീമിൽ കൊണ്ടുവരണം. സ്തോത്രം. അങ്ങനെ യോസഫ് തൻ്റെ പിതാവായ യാക്കോബിനെ കൊണ്ടുവരുവാൻ വേണ്ടി രഥങ്ങളും ഹല്ലേലൂയ സേനകളുമായിട്ടൊക്കെ അയക്കുന്ന ചരിത്രമാണ് 45-ാം അധ്യായം. ഇപ്പോൾ യാക്കോബിന് ചൈതന്യം വരുവാനുള്ള കാരണം നിങ്ങൾ കണ്ടോ? ഹല്ലേലൂയ. ഇസ്രയേലിൻ്റെ മുന്നിലേക്ക് 10 മക്കളും വന്ന് പറഞ്ഞു, അപ്പ യോസഫോട് ജീവനോടെ ഇരിക്കുന്നു, അവൻ മിസ്രയീം രാജ്യത്തിനൊക്കെ അധിപതിയായിരിക്കുന്നു. യാക്കോബ് വിശ്വസിച്ചില്ല. കാരണം എങ്ങനെ വിശ്വസിക്കുന്നത്? കാരണം ഹല്ലേലൂയ മരിച്ചുപോയെന്ന് പറയുന്ന അല്ലെങ്കിൽ നിലയെങ്കിൽ തൻ്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം, രക്തം പുരണ്ട യോസഫിനെ കാട്ടുമൃഗം കടിച്ചു കീറി എന്ന് പറയുന്ന പ്രൂഫ് കയ്യിലിരിക്കുന്നിടത്തോളം കാലം യാക്കോബിന് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ നാം വായിച്ച വാക്യം, യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ, യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നു. എങ്ങനെ ഉണർവുണ്ടായത്? എൻ്റെ കയ്യിലിരിക്കുന്ന തെളിവുകളെ മാറ്റിമറിക്കുന്ന മറ്റൊരു തെളിവ്. ഹല്ലേലൂയ. ദൈവം എൻ്റെ മുമ്പാകെ തരുമ്പോൾ ഗോഡ് ഈസ് ഏബിൾ ടു മേക്ക് ആൻ ഓവർ റൈറ്റിംഗ്. ഗവൺമെൻറ് എഴുതിയ രേഖകൾ തിരുത്തി എഴുതുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. മനുഷ്യൻ്റെ ഒപ്പുകൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ കയ്യൊപ്പ്. ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കും അനുകൂലമായൊരു വിധി ദൈവത്തിൽ നിന്നുണ്ടാകുവാൻ എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യും? എന്നെ ഉണർത്തുന്ന ഒരു തെളിവ് എൻ്റെ ഭവനത്തിൻ്റെ മുമ്പിൽ, എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിൽ, എൻ്റെ കൂടാരത്തിൻ്റെ മുമ്പിൽ, എൻ്റെ തൊട്ട് മുമ്പിൽ ചലിക്കുന്ന രഥങ്ങൾ ഇന്ന് രാത്രി ദൈവമയച്ച വിടുതലിൻ്റെ രഥങ്ങൾ, ദൈവമയച്ച വിടുതലിൻ്റെ രഥങ്ങൾ എൻ്റെ മുമ്പിൽ ഉരുളുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കണം.
അല്ല, എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് അടുത്തൊരു പദമുണ്ട് അവിടെ എഴുതി, വായിച്ചാട്ടെ മക്കളെ, വായിച്ചാട്ടെ. യാക്കോബിന് ചൈതന്യം വന്നു. മതി. എന്ത് മതി എന്നാ? അല്ലല്ല, ജീവിതം മതി എന്നല്ല പറഞ്ഞത്. കാരണം ഇത്രയും നാളത്തെ എൻ്റെ വേദനയ്ക്കൊരു ഫുൾ സ്റ്റോപ്പ്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും നാളത്തെ എൻ്റെ വേദനയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് മതി. എന്ത് മതി? കരഞ്ഞത് മതിയെന്ന്. എന്ത് മതി? വിലപിച്ചത് മതി. എന്ത് മതി? നിരാശപ്പെട്ടത് മതി. എന്ത് മതി? തലതല്ലി കരഞ്ഞത് മതി. എന്ത് മതി? ഹല്ലേലൂയ, പരാതി പറഞ്ഞത് മതി. എന്ത് മതി? ഹല്ലേലൂയ, ഇനിയും മുന്നോട്ടൊരു ജീവിതം ഇല്ല എന്ന് പറഞ്ഞത് മതി. ഹല്ലേലൂയ. നാം തന്നെ മതിയാക്കേണ്ട ഒരു അനുഭവം വരാൻ പോവുകയാണ്. എന്നു തീരും എൻ്റെ കഷ്ടമെന്ന് ചോദിച്ച നിങ്ങൾക്ക് ഇന്ന് രാത്രി നിങ്ങളുടെ അതരം കൊണ്ട് തന്നെ പറയാൻ പറ്റും, മതി. ഹല്ലേലൂയ. അവിടെ നിന്ന് പറ, മതി, എൻ്റെ മകൻ ജോസഫ് ജീവനോടെ ഇരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പ് അവനെ പോയി കാണുമെന്ന്. ഏത് അതരം കൊണ്ട് മതി എന്ന് പറഞ്ഞോ, ഏത് അതരം കൊണ്ട് കഴിഞ്ഞെന്ന് പറഞ്ഞോ, പ്രത്യാശയുടെ നാം ഭാഗത്ത് പൊട്ടിമുളച്ചു. അതിൻ്റെ പേരാ ചൈതന്യം എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും ഒരു പ്രതീക്ഷയോടെ കാണുന്നു. ഐ വിൽ സീ വിത്ത് മൈ ഓൺ ഐ. എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കാണും. കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു പോയത്, അവസാനിച്ചു എന്ന് പറഞ്ഞത്, ഇല്ലാതായിപ്പോയെന്ന് പറഞ്ഞത്, കാട്ടുമൃഗം പിച്ചി ചീന്തി എന്ന് പറഞ്ഞത്, അവ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞത്, ഇനിയും പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞത്, സ്വപ്നങ്ങൾ കുഴിച്ചുമൂടി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അവസാനിച്ചു എന്ന് പറഞ്ഞ രേഖകൾ, കയ്യൊപ്പുകൾ ഇന്ന് രാത്രി മതി. എൻ്റെ ദൈവം ആത്മാവിൽ ദൂത് പറയുമ്പോൾ എത്ര പേർ അത് ഏറ്റെടുത്ത് സ്തോത്രം പറയും? ഞാൻ മരിക്കും മുമ്പ്, ഈ 2026 ഈ ഓഗസ്റ്റ് മാസം തീരുന്നതിന് മുമ്പ്, ഈ വർഷം തീരുന്നതിന് മുമ്പ് ഞാൻ അതെന്റെ കണ്ണുകൊണ്ട് കാണും. ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ച് എത്ര പേർ അത് റിസീവ് ചെയ്യുവാൻ തയ്യാറാകും? I receive it. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ അത് കാണും. ഞാൻ മരിക്കും മുമ്പ്. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? ഹല്ലേലൂയ. ഹല്ലേലൂയ, ഈ ദൈവത്തിന്റെ അത്ഭുതം കാണാതെ ഞാൻ മരിക്കയില്ലെന്ന് അർത്ഥം. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഞാൻ ആർക്കും മരണത്തിന് ഗ്യാരണ്ടി തരികയല്ല. പക്ഷെ ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് നിങ്ങളത് കണ്ടിരിക്കും. അത് വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ സ്തോത്രം ചെയ്യുന്നത്. ഈ പട്ടണത്തിൽ, ഈ ഐലൻഡിൽ ഞാനത് കണ്ടിരിക്കും എൻ്റെ കണ്ണുകൊണ്ട് തന്നെ. ഹല്ലേലൂയ. മിസ്രയീമിൻ്റെ നിറമുള്ള ചലിക്കുന്ന രഥങ്ങൾ എൻ്റെ ഭവനത്തിന് മുമ്പിൽ ഇന്ന് രാത്രി ഉരുളുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ അത് അയച്ച ഒരുവനുണ്ടെന്ന് വിശ്വസിക്കണം. ദൈവം ചില സാധ്യതകളെ നിങ്ങളുടെ മുമ്പിലേക്ക് അയക്കുകയാണ്. അല്ല, നിങ്ങളുടെ കണ്ണ് ഇന്ന് വരെ കാണാത്ത, ഹല്ലേലൂയ, ഇന്ന് വരെ നിറമുള്ള നിലങ്കി പുരണ്ട രക്തം കണ്ട് കണ്ണ് മഞ്ചിച്ചു പോയ ചിലരോട് ആത്മാവിൽ ദൂത് പറയുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിയുന്ന ചില പുത്തൻ രഥചക്രങ്ങൾ നിങ്ങളുടെ വീടിന് മുമ്പിൽ, മിസ്രയീമിൻ്റെ രഥചക്രങ്ങൾ, അന്യദേശത്ത് നിങ്ങൾ പാർക്കുമ്പോൾ അന്യരാജ്യത്തിൻ്റെ, ഹല്ലേലൂയ, രഥങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉരുളുമെന്ന് ആത്മാവിൽ ദൂത് പറഞ്ഞാൽ എത്ര പേർ അത് ഏറ്റെടുത്ത് ആമേൻ പറയും? സ്വന്തം രാജ്യം വിട്ട് അന്യദേശത്ത് വന്നിട്ട് ഇവിടെ കൂടാരത്തിനകത്തേന് ഒതുങ്ങിപ്പോയോ എന്ന് ചോദിക്കുന്നവരോട്, അന്യരാജ്യത്തിൻ്റെ രഥങ്ങൾ, നിറമുള്ള രാജാക്കന്മാർ സഞ്ചരിക്കുന്ന, പ്രഭുക്കന്മാർ സഞ്ചരിക്കുന്ന, മന്ത്രിമാർ സഞ്ചരിക്കുന്ന, അധികാരികൾ സഞ്ചരിക്കുന്ന രഥചക്രങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉരുളുന്ന കാഴ്ച ആത്മാവിൽ കണ്ട് സ്തോത്രം ചെയ്യുവാൻ ഇന്ന് രാത്രി ചിലർ തയ്യാറാകണം. സ്വർഗം അങ്ങനെ ചെയ്യട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യാക്കോബിന് ചൈതന്യം വന്നെന്നാണ് വായിക്കുന്നത്. ഇതാ ഉണർവെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുമ്പോൾ അതിനുവേണ്ടി ഒന്ന് കൊതിച്ച് കാത്തിരുന്ന് പ്രാപിക്കണം. എന്തിനാ ദൈവം എന്നെ ആയുസോടെ വെച്ചത്? 130 വയസ്സായില്ലേ? ദൈവം എന്തിനാ എന്നെ ആയുസോടെ വെച്ചത്? അതല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയാണ്. ഞാൻ ആ ഭാഗം വിടുക. അപ്പം 130-ാമത്തെ വയസ്സിലും നിങ്ങൾക്കൊരു ഉണർവ് പ്രതീക്ഷിക്കാം. ഇനിയും ഏകദേശം 30-35 വയസ്സുള്ള ഒരു യൗവന പ്രായത്തിലുണ്ടായ ഉണർവിനെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയാം. ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം, അതിൻ്റെ 15-ാം അധ്യായം, 15 16 15-ാം അധ്യായത്തിൻ്റെ 19-ാമത് വാക്യം. ജഡ്ജസ് ചാപ്റ്റർ 15 വേഴ്സ് 19. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി, അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ചു വീണ്ടും ജീവിച്ചു. ഇവിടെയും നാം ചൈതന്യം എന്നൊരു പദമാണ് കാണുന്നത്. ശിംശോൻ എന്ന ഹല്ലേലൂയ അധികായകനായ, ആരോഗ്യമുള്ള, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അഭിഷിക്തനായ ഒരു മനുഷ്യൻ. അവൻ്റെ പിന്നീടുള്ള ചരിത്രങ്ങളൊക്കെ പരാജയമായിരുന്നുവെങ്കിലും ഒരു കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിച്ച ഒരു യൗവനക്കാരനാണ്. യൗവനകാലത്തുണ്ടായ ഒരു ഉണർവിനെ കുറിച്ചാണ് പറയുന്നത്. താൻ ഹല്ലേലൂയ വളരെ ദൈവത്തിന് വേണ്ടി മാഗ്നിഫിഷ്യൻ്റ് വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്താണ് ഹല്ലേലൂയ
ഒരു വഴുതി പോകുന്ന പച്ച കഴുതയുടെ താടിയെല്ല് കൊണ്ട് കുന്നൊന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് 1000 പേരെ കൊന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഫെലിസ്ത്യർ അല്ലെങ്കിൽ ഇവനെ കണ്ട് ആർക്കുന്ന ഒരു സമയം. ലേഹിയിലെത്തിയിട്ട് ഫെലിസ്ത്യരെല്ലാം കൂടെ ഇവനെ പിടിക്കുമോ എന്ന് ചോദിച്ചു. കാരണം അങ്ങനെയുള്ള ഒരു വലിയ അവസ്ഥയിലായിരിക്കുന്നു. പക്ഷെ താൻ ക്ഷീണിച്ച് തളർന്ന് കയറി വരികയാണ്. തന്നെ സഹായിപ്പാൻ ആരുമില്ല. കാരണം ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് കയറി വരുന്ന മനുഷ്യനാണ്. അവിടെ ലേഹിയിൽ വെച്ചിട്ടുണ്ട്, അയ്യോ ഞാൻ ഈ അഗ്രചർമ്മികളുടെ കയ്യിൽ അകപ്പെട്ടു പോകുമോ എന്ന് ഭീതിപ്പെട്ടിരിക്കുമ്പോൾ ദൈവം ലേവിയിൽ ഒരു ഉറവ തുറന്നു. പ്രൈസ് ഗോഡ്. ദൈവം ഒരു ഉറവ തുറന്നു. അവൻ അതിൽ നിന്ന് കുടിച്ചുടനെ ചൈതന്യം പ്രാപിച്ചു എന്നാണ് വായിക്കുന്നത്. 35 വയസ്സുള്ള യൗവനക്കാരൻ റിവൈവ് ആയത് ദൈവം തുറന്ന ഒരു ഉറവയുടെ അല്ലെങ്കിൽ നീര് നാവിൽ തൊട്ടപ്പോഴാണ്. ഇത് മനുഷ്യൻ തുറന്നതല്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് വേണ്ടി ഉറവ തുറക്കുവാൻ മനുഷ്യർക്ക് കഴിയത്തില്ല. പക്ഷെ ദൈവം ഒരു ഉറവ തുറക്കും. നിങ്ങൾ നിന്ന സ്ഥലത്ത്, നിങ്ങൾ അധ്വാനിച്ച സ്ഥലത്ത്, നിങ്ങൾ പ്രയത്നിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചില ആത്മീക നീരുറവകളും ഭൗതിക നീരുറവകളും ദൈവം തുറന്നിരിക്കും. അവിടെ നിങ്ങൾക്കൊരു ഉറവിന് കാരണമായി തീരും. അത് വിശ്വാസത്തോടെ വചനത്തിൻ്റെ മുമ്പാകെ നമ്മൾ അത് ഏറ്റെടുക്കുക. യെസ്, ഗോഡ് ഈസ് ഗോയിങ് ടു ഓപ്പൺ എ സ്പ്രിംഗ് ഫോർ മീ. ദൈവം എനിക്ക് വേണ്ടി ഒരു ഉറവ തുറക്കാൻ വേണ്ടിയാണ്. എൻ്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ഒരു ഉറവ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എനിക്ക് തന്നെ കുഴിക്കാൻ കഴിയത്തില്ല. പച്ച കഴുത, എൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. ആത്മനിറവ് എൻ്റെ മേൽ കടന്നു വന്നു. കയ്യിലിരിക്കുന്ന ഒരു താടിയിലാണ് കഴുതയുടെ. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചത്, യുദ്ധം ചെയ്തത്, ഫെലിസ്ത്യ മല്ലന്മാരെ നിഗ്രഹിച്ചത്. പക്ഷേ ഇന്ന് എനിക്ക് ഒരു തുള്ളി വെള്ളം നാവിന്മേൽ വെക്കുവാൻ നിവൃത്തിയില്ലാത്തവനായി. ഞാൻ എത്ര ദൈവത്തിന് വേണ്ടി ഓടിയതാ, എത്ര പ്രാർത്ഥിച്ചതാ, എത്ര ആരാധിച്ചതാ, എത്ര കൈകൊട്ടിയതാ, എത്ര സ്തോത്രം പറഞ്ഞതാ. ഇന്ന് എൻ്റെ നാവ് അണ്ണാക്കോട് വറ്റിയിരിക്കുന്നു. എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഹല്ലേലൂയ. ആ സമയത്ത് സ്വർഗം പറഞ്ഞില്ല, കഴിഞ്ഞിട്ടില്ല. നിന്റെ തൊട്ട് മുമ്പിൽ, നിന്റെ കണ്ണിന് മുമ്പിൽ ഞാനൊരു ഉറവ നിനക്ക് വേണ്ടി തുറക്കും. When God begins to open a door, hallelujah, ദൈവം ഒരു വാതിൽ തുറക്കാൻ തുടങ്ങിയാൽ ആർക്കടയ്ക്കാൻ കഴിയും? അടഞ്ഞുപോയി എന്ന് പറയുന്നിടത്ത് ഇന്ന് രാത്രി ദൈവം ഒരു വഴി എനിക്ക് വേണ്ടി തുറക്കും. ദൈവം എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും. ഒരു വിശാലമായ വാതിൽ, ആത്മാവിൻ്റെ നിറവോടുകൂടെ, അഭിഷേകത്തിൻ്റെ നിറവോടുകൂടെ. അടഞ്ഞുപോയ ചില അധരങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ പാടാൻ തുടങ്ങും. അടഞ്ഞുപോയ കണ്ണുകൾ ഇന്ന് രാത്രി വീണ്ടും തുറക്കാൻ തുടങ്ങും. മങ്ങിപ്പോയ ദർശനങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ മടങ്ങി വരട്ടെ. അടഞ്ഞുപോയ അധരങ്ങളിൽ കൂടെ വീണ്ടും പാട്ടുകൾ പുറത്തേക്ക് ഒഴുകുമാറാകട്ടെ. ഇന്നത്തെ ശൂന്യത മാറുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി എത്ര പേർ സ്തോത്രം ചെയ്യും? അതെ, ലേഹിയിൽ എനിക്ക് വേണ്ടി ഒരു ഉറവ ദൈവം തുറന്നെങ്കിൽ മറ്റൊരു പട്ടണത്തിലല്ല. അത് ആത്മാവ് പറയുവാൻ എന്നെ ഹേമിപ്പിക്കുന്നു. മറ്റൊരു പട്ടണത്തിലല്ല, നിങ്ങൾ നിന്ന പട്ടണത്തിൽ, നിങ്ങൾ പഠിച്ച പട്ടണത്തിൽ, നിങ്ങൾ അധ്വാനിച്ച പട്ടണത്തിൽ നിങ്ങൾക്ക് വേണ്ടി പുത്തനൊരു ഉറവ ഇന്ന് രാത്രി തുറന്നു തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ചിലരോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. വിരല് ചൂണ്ടി പരിശുദ്ധാത്മ പറയുന്നു, ഈ പട്ടണത്തിൽ തന്നെ ജീവിതത്തിന്റെ ഒരു ഉറവ, ജീവന്റെ ഉറവ നിന്റെ പക്കലുണ്ടല്ലോ. സ്വർഗം അത് തുറന്നു തരട്ടെ. അതരമനസ്യാര ബലം തെരേ രകാരി മനഥരാധകന വൈഡാരകന ഹരകന ഹസ്തര. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് കുടിച്ചവൻ ചൈതന്യം പ്രാപിച്ചെന്നാ പറയുന്നത്. ആരാ? മരിച്ചു പോകുമെന്നോ, അയ്യോ ഞാൻ അഗ്രകർമ്മയുടെ കയ്യാൽ മരിച്ചു പോകുമല്ലോ, അവസാനിച്ചു എന്ന് പറയുന്നവനാ ഇപ്പോൾ അല്ലേ എഴുന്നേറ്റ് മുന്നോട്ട് പോകും. ദൈവം അങ്ങനെ എപ്പോഴും, ദൈവം തൻ്റെ ജനത്തെ എപ്പോഴും സ്പർശിക്കുന്നത് അല്ല ജീവിതത്തിന് എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നിടത്താണ്. എലിയാവിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. വളരെ മഹാനായ ദൈവദാസനാണ്. പ്രാർത്ഥിച്ചാൽ മഴയിറങ്ങും, പ്രാർത്ഥിച്ചാൽ ആകാശം അടയും, പ്രാർത്ഥിച്ചാൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങും. ബാലിൻ്റെ 850 പ്രവാചകന്മാരെ ഒറ്റയ്ക്ക് നിഗ്രഹിപ്പാൻ ദൈവം അഭിഷേകം നിയോഗം കൊടുത്ത മനുഷ്യനാണ്. സ്തോത്രമല്ലേ. രാജാവിൻ്റെ രഥങ്ങൾക്ക് മുമ്പിൽ അതിവേഗത്തിൽ ഓടിയ മനുഷ്യനാണ്. പ്രാർത്ഥിച്ച് അല്ലേ നമ്മൾ ആ ഭാഗത്തേക്ക് വരല്ലേ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത മനുഷ്യനാണ്. പക്ഷേ ഇപ്പം അവസാനം നിരാശപ്പെട്ട് മരിക്കാൻ കിടക്കണം. വലിയ കാര്യമൊന്നും വേണ്ട നിരാശ വരാൻ വേണ്ടി, അല്ലേ. വലിയ പ്രതിസന്ധിയിലൊക്കെ നമ്മൾ പിടിച്ചു നിന്നു. പക്ഷേ ചിലപ്പോൾ ചെറിയ പ്രതിസന്ധിയില്ല, മനസ്സ് മടുത്തു പോകുന്നു. മതി, ഇനി ഒരു ദിവസം പോലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ജീവിച്ചിരിക്കുന്നില്ല. മരിക്കണമെന്നുള്ള ആഗ്രഹം അകത്ത് കയറി, മരണം അകത്ത് കയറിയിട്ട് മതി, എൻ്റെ ആത്മാവിന് എന്ത് ചെയ്യണം, എടുത്തുകൊള്ളണം. കർത്താവ് എൻ്റെ ജീവനെ എടുത്തുകൊള്ളണം. അങ്ങനെയൊന്നും ആരും എടുക്കത്തില്ല. അങ്ങനെ എടുക്കാനാരും നമ്മൾ പലരും ഇവിടെ കാണത്തില്ല. നമ്മൾ പറഞ്ഞപ്പോഴൊക്കെ നമ്മുടെ ജീവൻ എടുത്തായിരുന്നെങ്കിൽ ആലോചിച്ചു. നമ്മൾ എത്രയോ പ്രായം ആഗ്രഹിച്ചിട്ടുണ്ട്, കർത്താവ് ഇനി ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്ന്. അന്നേരം ആരും എടുത്തില്ല. അതിനൊരു സ്തോത്രം പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവൻ എടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശത്രു നോക്കിയിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സമയത്ത് മാത്രമേ ആയുസ് ദൈവം കുറിച്ച് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ എൻ്റെ ആയുസിനെ അറുതി വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയിലോട്ട് പിറക്കുന്ന സമയത്ത് ദൈവം എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ദിവസം ഇന്നതാണ്. അന്ന് നാം മടങ്ങിപ്പോയേ ഒക്കത്തുള്ളൂ. സ്തോത്രമല്ലേ. അതുവരെ ഹല്ലേലൂയ എന്തൊക്കെ സംഭവിച്ചാലും ഹല്ലേലൂയ 20 വീലുള്ള വണ്ടി തലേ കൂടെ കയറിയാൽ ഒന്നും
പറ്റത്തില്ല. കാരണം ദൈവം കൽപ്പിക്കാത്ത ദിവസം അത് സംഭവിക്കത്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഏലിയാവ് കിടന്ന് മരിക്കണം എന്ന് പറയുകയാണ്. ഇവിടെ വിശപ്പൊക്കെ ഉണ്ട്. കാരണം കുറച്ച് ദിവസം ഉണ്ട്. ഇപ്പം മരിക്കണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? പുള്ളി വിശപ്പൊക്കെ ഉണ്ടല്ലോ. കാരണം ചാവാൻ കിടക്കുന്നതിന് എന്തുണ്ട്? വിശപ്പുണ്ട്. അപ്പം അങ്ങനെ കിടക്കുകയാണ്. ഇവിടെ വേണമെങ്കിൽ ആര് വന്നാൽ മതി. കാരണം 2.5 വർഷം സുഭിക്ഷമായി കഴിച്ചത് എവിടുന്ന് ഭക്ഷണം കിട്ടിയിട്ടാണ്? നിങ്ങളോട് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. 2.5 വർഷം പുള്ളി എവിടുന്ന് ഭക്ഷണം കഴിച്ചേ? കാക്ക കൊണ്ടു കൊടുക്കുകയായിരുന്നു. അത് എങ്ങനെ കൊണ്ടുവന്നൊക്കെ ചിന്തിക്കാൻ പോയാൽ നമുക്ക് അത്ഭുതമാണ്. എത്ര കാക്ക പറന്നു വന്നു. കാരണം ഒരാൾക്ക് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് എത്ര അപ്പം കഴിക്കാൻ പറ്റും? ഒരു കാക്ക എത്ര അപ്പം എടുക്കാൻ പറ്റും? എത്ര വലിയ കാക്കയാണെങ്കിലും എത്ര അപ്പം കൊണ്ടുവരാൻ പറ്റും? എങ്ങനെ കൊണ്ടുവരും? ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നാൽ ഒരു ദിവസം മൊത്തം പോകും നമ്മുടെ. അതുകൊണ്ട് അധികം ചിന്തിക്കണ്ട. കാക്ക കൊണ്ട് കൊടുത്തു, ആഹാരം കൊടുത്തു. ഇനി പിന്നെന്തുകൊണ്ട് കൊടുത്തു? അപ്പവും ഇറച്ചി. ഇനി എങ്ങനെ കൊണ്ടുവന്ന്? നിങ്ങളുടെ ഭാഷത്തിൽ കേരള സ്റ്റൈലിൽ ഉണ്ടാക്കി ഇറച്ചിയാന്ന് വെക്കുമോ? ഈ കാക്ക എങ്ങനെ കൊണ്ടുവന്നു അറിയണ്ടേ? 2 കാക്ക ചേർന്ന് 2 കമ്പ വെച്ച് കെട്ടി കൊണ്ടുവന്നു. ഇതൊക്കെ ആലോചിച്ച് എത്രയോ ദിവസം എനിക്ക് പോയിട്ടുണ്ടെന്ന് അറിയാമോ? ചെറിയ പ്രായം. കാരണം ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നവർക്ക് അങ്ങ് പ്രസംഗിച്ച് വിടാം. നമ്മുടെ ബുദ്ധിമുട്ട് നമുക്കറിയണ്ടേ? കാക്ക എങ്ങനെ ആഹാരം കൊണ്ടുവന്നു? എത്ര കാക്ക പറന്നു വന്ന് കാണും? എത്ര നേരം ഇറച്ചി കൊണ്ടുവന്ന് കാണും? ഈ വരുന്ന വഴിക്ക് ഇത് തിന്നില്ലല്ലോ, ഇത് കാക്ക കൊത്തിയതാണോ? ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ അപ്പോൾ 2.5 വർഷം തീറ്റിപ്പോറ്റിയ കാക്കകളുണ്ട്. ഇനിയും വേണമെങ്കിൽ ആഹാബിന്റെ കൊട്ടാരത്തിൽ നിന്ന് അപ്പോ ഇറച്ചി ആര് കൊണ്ട് കൊടുത്താൽ മതി? ഇവിടെ കിടക്കുമ്പോൾ ആർക്ക്? ഏലിയാവിനെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ അവിടെ കുറച്ച് നാൾ മുമ്പിൽ സാരപ്പാത്തിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. വിധവയുടെ വീട്ടിൽ അവിടെ ആഹാരം ഉണ്ടായിരുന്നു. അവിടുത്തെ മകന് ഇപ്പൊക്കെ വെച്ച് പ്രായമൊക്കെ ഉണ്ടല്ലോ, അവൻ കൊണ്ടും ദോശ കൊണ്ട് കൊടുത്താലും മതി. പക്ഷെ ഈ പ്രശ്നം അങ്ങനെ തീരുന്നല്ലെന്നേ. ഈ അകത്ത് കയറിയ നിരാശ, അകത്ത് കയറിയ വേദനയ്ക്ക് അവസാനം കാക്ക ആഹാരം കൊടുക്കുകയല്ല, ഹല്ലേലൂയ, ആരുടെയെങ്കിലും അടുക്കളയിൽ ചുട്ടിയ ആഹാരമല്ല. അവിടെ നാം വായിക്കുന്നത് മനുഷ്യന്റെ കൈ തൊടാതെ ദൈവത്തിൻ്റെ ആടാ. ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ ആദരത്തിൽ വെച്ച് കൊടുത്തു. അതാണ് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു, ദൈവം തുറക്കുന്ന ഉറവ മനുഷ്യൻ്റെ അഡ്രസ് ഇല്ലാത്തതാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ മറ്റാരുടെയും കരസ്പർശനമില്ലാത്ത, ഇറ്റ് മേ നോട്ട് ബി റെക്കോർഡഡ് ഇൻ എനി റെക്കോർഡ്സ്, അല്ലേ? വേറെ ഒരു സാഹചര്യങ്ങളും നിയമങ്ങൾ മാറ്റി എഴുതി നിങ്ങൾക്ക് വേണ്ടി അടചുടുവാൻ ദൈവം തന്നെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. നിങ്ങൾ കിടക്കുന്ന മുറിക്കകത്ത് നീ കരഞ്ഞെടുത്ത് നീ പ്രാപിക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം കാവല അയച്ചിട്ടുണ്ട്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഓ റബ ശമനാരികൾ കടകന, നീ കിടക്കുന്ന മുറിക്കകത്ത് നിരാശയുടെ വാക്ക് പറഞ്ഞെടുത്ത്, മനം മടുത്തു പോയെടുത്ത്, മനം മകർന്ന് കരഞ്ഞെടുത്ത്, മുഴങ്കാൽ മടക്കിയെടുത്ത്, കണ്ണുനീരൊഴുക്കിയെടുത്ത്, മതി എന്ന് പറഞ്ഞെടുത്ത് നിന്നെ വീണ്ടും ഉണർത്തുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ കയ്യൊപ്പില്ലാത്ത, മനുഷ്യന്റെ കൈ തൊടാത്ത, മനുഷ്യന്റെ പദ്ധതികളില്ലാത്ത, അല്ലേ ലൂയ. അത് കഴിച്ചിട്ട് അവന് ഓടിയത് 40 രാവും 40 പകലും നിർത്താതെ ഓടത്തക്കവണ്ണം ഒരു പുത്തൻ ഉണർവ് വ്യാപരിച്ചു. ഇന്ന് രാത്രി അവിടെ ഒരു പദമുണ്ട്, അല്ലല്ലേ? ഇസബേല് പറഞ്ഞത് വിത്തിൻ 24 hours. അതാണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. നമുക്കും അങ്ങനെയൊക്കെ ചില മാൻഡേറ്ററി ഡേറ്റ് ഒക്കെ കിട്ടാറുണ്ട്. വിത്തിൻ 24 hours, 24 months അതൊക്കെ പറയാറുണ്ടല്ലോ. ഇസബേല് പറഞ്ഞ് നാളെ ഈ നേരത്ത്, ദാറ്റ് മീൻസ് 24 മണിക്കൂറിനകം യുവർ ഹെഡ് ഈസ് ഗോയിങ് ടു ബി റോൾ ഓൺ ദിസ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാണ് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചത്. പക്ഷെ ദൈവം അതങ്ങ് ഓവർ റൈറ്റ് ചെയ്ത് വെട്ടിത്തിരുത്തിയിട്ട് പറഞ്ഞു ഏറിയ ദൂരം. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റും? നിങ്ങൾക്കുള്ള സന്ദേശം നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ലോകം പറയുന്നു വിത്തിൻ 24 hours, വിത്തിൻ 24 months, വിത്തിൻ 2 years എല്ലാം കഴിഞ്ഞു വന്നു. പക്ഷെ സ്വർഗം പറയുന്നു ഏറിയ ദൂരം. അണ്ടർലൈൻ വെച്ച് പ്രാർത്ഥിപ്പാൻ എത്ര പേര് തയ്യാറാകും? ഐ റിസീവ് ഇറ്റ്, ഞാനത് ഏറ്റെടുക്കുന്നു. ഏറിയ ദൂരം, ഏറിയ ദൂരം, ഏറിയ ദൂരം. ഓ രാബാല ഹത്തരാത്. ആ കാലത്തിന്റെ പഴക്കം എനിക്കറിയത്തില്ല, ആ വർഷങ്ങളുടെ കണക്ക് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നു ഏറിയ ദൂരം, ഏറിയ ദൂരം, ഏറിയ ദൂരം. ഇനിയും ഓടുവാനുണ്ട്, ഇനിയും ഓടുവാനുണ്ട്, ഇനിയും ആരാധിക്കുവാനുണ്ട്, ഇനിയും ആത്മാക്കളെ നേടുവാനുണ്ട്, ഇനിയും സ്തോത്രം പറയുവാനുണ്ട്, ഇനിയും പ്രതീക്ഷകളുണ്ട്, ഇനിയും ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും വിരൽ ചൂണ്ടി ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. ദൈവദാസ ഏറിയ ദൂരം, ദൈവദാസി ഏറിയ ദൂരം, നിന്റെ കുടുംബത്തിന് ഏറിയ ദൂരം, നിന്റെ പ്രൊഫഷൻ ഏറിയ ദൂരം, നിന്റെ ശുശ്രൂഷയ്ക്ക് ഏറിയ ദൂരം. ദൂരമന ഹഥാരാമ സിഖാരന അബ്ബാലൗഡല ഹംസരജാന. കരങ്ങളടിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉഡാരമാന ഹഥാരാമ സിയാര ഹാം തിയാരാമ ശിഖാരാധന യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാം അവസാനിച്ചെന്ന് തോന്നുന്നിടത്തായി പറയുന്നത് ഏറിയ ദൂരമെന്ന്. ഹല്ലേലൂയ. എല്ലാം മടക്കി വെച്ച് ബുക്കാ ദൈവം റീ ഓപ്പൺ ചെയ്യുന്നത്.
എവറി ഫയൽ വിച്ച് ഈസ് ക്ലോസ് ബിഫോർ യു, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഇറ്റ്സ് ക്ലോസ്ഡ്, ബട്ട് ഗോഡ് ഈസ് റീ ഓപ്പണിങ് ഇറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദ ജേർണി ഈസ് ടു ഫാർ ഫോർ യു. ഏറിയ ദൂരം. വിശ്വാസത്തോടെ അതങ്ങ് പ്രഖ്യാപിക്കണം, അതരം കൊണ്ട് പറയണം. ഏറിയ ദൂരം, ഏറിയ കാലം, ഹല്ലേലൂയ, ഏറിയ നന്മകൾ. ഞാൻ ആയുസിൻ്റെ വലിപ്പമല്ല ഈ പറഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ദൂത് നിങ്ങൾക്ക് കൈമാറുന്നു. മതിയെന്നും അവസാനിച്ചെന്ന് പറഞ്ഞിടത്ത് ഇസബേൽ പറഞ്ഞു, ഹല്ലേലൂയ, കഴിഞ്ഞു 24 മണിക്കൂർ. ഏലിയാവ് പറഞ്ഞു എനിക്കിനി വേണ്ട എന്ന്. പക്ഷെ ദൈവം പറയുന്നത് ഇസബേൽ അല്ല തീരുമാനിക്കുന്നത്, ഏലിയാവെ നീയും അല്ല തീരുമാനിക്കുന്നത്, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏറിയ ദൂരമെന്ന്. ഇന്ന് രാത്രി കാലം ചിലർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത് ഞാൻ കൈമാറുന്നു. ഏറിയ ദൂരം. അത് പറയുവാൻ, ആവർത്തിച്ചു പറയുവാൻ ആത്മാവിനെ നിർബന്ധിക്കുന്നു. അത് ആവർത്തിച്ചു പറയുവാൻ ആത്മാവിനെ നിയന്ത്രിക്കുന്നു. ഇരുണ്ട് മൂടിയ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ഒരു വെളിച്ചം ഇന്ന് രാത്രി ഞാൻ കാണുന്നു. എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നുവെന്ന് പറയുന്നിടത്ത് ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ കാണുന്നു. ഉടമന റിവാരിവാല ഹക്ഷരാധകന അസ്തര ദിഗൽ കടകന വൈഡമന ദിയാരബല ആംദൽ കടകന രഗൽ കടകന. ഏറിയ ദൂരം, ഏറിയ ദൂരം, ഏറിയ നന്മകൾ, ഏറിയ വിടുതൽ, ഏറിയ ശുശ്രൂഷ. ഇനിയും അധികം, ഇനിയും അധികം, ഇനിയും അധികം, ഇനിയും അധികം. ദുരമന രികരബലഭര ജനകല വൈഷമനാദികരാംസ്തര കുടരാ രഗടാ രമന രഗടകലാംസ്തര ജാന അബ്ധുരജാനികലാസ്തര ജുനകല വൈഷര ജാനകലാംസ്തര ജാന റീബൽ കടകന രഗന. ജനം അത് ഏറ്റെടുക്കട്ടെ. ഇന്ന് രാത്രി മനസ്സും അടുത്തുപോയ ചില കുഞ്ഞുങ്ങൾ, മനസ്സും അടുത്തുപോയവർ ഇന്ന് രാത്രി അത് ഏറ്റെടുക്കട്ടെ. ദൈവത്തിൻ്റെ രേഖകൾ എനിക്ക് അനുകൂലമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചരിത്രം ദൈവം മാറ്റി എഴുതി. ഏത് മരുഭൂമിയിൽ കിടന്ന് മരിക്കണമെന്ന് കൊതിച്ചോ 40 രാവും 40 പകലും ഓടി, ഹല്ലേലൂയ, അവിടെ ചെന്നിട്ട് ഹല്ലേലൂയ ദൈവശബ്ദമൊക്കെ കേട്ടിട്ട് മടങ്ങിയ ഒരു യാത്രയുണ്ട്. ഇതേ മരുഭൂമിയിൽ വെച്ച് 3 പേരെ തന്നെ അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. തനിക്ക് പിന്നിൽ ശുശ്രൂഷിപ്പാൻ ശാഫാത്തിന്റെ മകനായ ഏലിശയെ അഭിഷേകം ചെയ്തത് ഇതേ മരുഭൂമിയിൽ കൂടെയാണ്. അസായേലിനെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേഹുവിനെ, ഇസ്രായേലിനും യഹൂദയ്ക്കുമൊക്കെ രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത് എവിടെ വെച്ചാ? എവിടെ മതിയെന്ന് പറഞ്ഞെടുത്ത്. ഹല്ലേലൂയ. അത് ഇന്ന് രാത്രി അങ്ങ് വിശ്വസിക്കണം. ഹല്ലേലൂയ. എൻ്റെ കൈകൊണ്ട് ചിലത് നടക്കുമെന്ന്. മടുത്തുപോയി, മനം മടുത്തു പോകുന്നത് സാധാരണ സംഭവമാണ്. ഹല്ലേലൂയ. എല്ലാ ദൈവദാസന്മാരും ഡിസ്കറേജായി പോകാറുണ്ട്. എല്ലാ ദൈവമക്കളും ഡിസ്കറേജ് ആകുക, അതൊരു സാധാരണ സംഭവമാണ്. കരുത്തനായ ഏലിയാവും ദാവീദും പറഞ്ഞ് മതിയെന്ന് പറയുന്നത്. എത്രയോ പേര് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി മതിയെന്ന് പറയുന്നവരെ കൊണ്ടാണ് ദൈവം എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാൻ പോകുന്നത്. അതാണ് റിവൈവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ റിവൈവൽ പ്രായത്തിൻ്റെ ക്ഷീണത്തിലിരുന്ന് എല്ലാം കഴിഞ്ഞുവെന്ന് പറഞ്ഞ് മടക്കി വെച്ച പുസ്തകത്തിൽ പുത്തൻ തെളിവ് കൊടുത്ത് യാക്കോബിനെ ദൈവം ചൈതന്യം കൊടുത്തു. സ്തോത്രം. 2, ഒരു യൗവനക്കാരൻ ശുശ്രൂഷയുടെ പീക്കി നിൽക്കുമ്പോൾ ദാഹിച്ചു വരണ്ട ഒരു വഴിയില്ലാതെ കാണുമ്പോൾ പുത്തൻ വഴി തുറന്ന് ദൈവം തനിക്ക് ഹല്ലേലൂയ ഒരു ഉണർവ് ചൈതന്യം വരുത്തി. 3, ഒരു കൊച്ചു കുഞ്ഞിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലല്ലേ ഒരു ഉണർവ് വേണ്ടേ? നമ്മുടെ തലമുറകൾക്കും വേണം ഒരു ഉണർവ്. അതും കൂടെ അത് പറഞ്ഞിട്ട് നമ്മുടെ ആ പുതിയ ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. 1 രാജാക്കന്മാർ ഈ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. 1 Kings chapter 17:22. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്ന് അവൻ ജീവിച്ചു. അവിടെ റിവൈവൽ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് കുട്ടിയുടെ പ്രാണൻ മടങ്ങി വന്ന് അവൻ ജീവിച്ചു. ഹല്ലേലൂയ. നാം കേട്ട 3 കാര്യങ്ങൾ. 1, ഏത് പ്രായത്തിലും നിങ്ങൾക്കൊരു ഉണർവ് പ്രതീക്ഷിക്കാം. യൗവനക്കാരനായ ശിംശോനും പ്രായാധിക്യത്തിലിരുന്ന യാക്കോബിന് ഉണർവുണ്ടായി. കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഉണർവുണ്ടാകണം. നമ്മുടെ സ്വപ്നം അതാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ തലമുറകൾക്ക് എല്ലാവരും പ്രാർത്ഥിച്ചാണ്, കർത്താവേ ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് ഉണർത്തണമേ. ഇത് നമുക്കറിയാവുന്ന സംഭവമാണ്. ഹല്ലേലൂയ. ഏലിയാവിൻ്റെ കഥ തന്നെയാണ്. സരേഫാത്തിലെ വിധവയുടെ വീട്ടിലേക്ക് ഏലിയാവ് ചെല്ലുന്നു. മരിക്കാൻ കൊതിച്ചിരിക്കുന്ന 2 പേര്, അമ്മയും മകനും കൂടെ. അവൾ പറയുന്നു, ഞങ്ങൾ എന്ത് ചെയ്യും? ചോദിച്ചു പറഞ്ഞ് എന്തുകൊണ്ട് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയുന്നു. ആലോചിച്ച് വെക്കണം. അതൊക്കെ കാണുമ്പോൾ എനിക്കും വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ഇത്രയും നേരം അല്ലെങ്കിൽ ആ കാക്കയുടെ കയ്യിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ചുകൊണ്ട് വന്ന് ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ഒരു വിധവയുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുകയാണ്. വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് പറഞ്ഞു, തിരിച്ചു വരുന്ന കൂട്ടത്തിൽ ഒരു കഷ്ണം അപ്പം കൂടെ എനിക്ക് കൊണ്ടുവരണം. സംഭവം കഥ നിങ്ങൾക്ക് അറിയാമല്ലോ. കൊണ്ടുവരണം പറഞ്ഞു. അപ്പോൾ അമ്മമ്മ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ല, ആകെ ഒരു മുറി ദോശയുണ്ട്. ഞാനും മോനോട് എന്ത് ചെയ്യും? കഴിച്ചിട്ട് എന്ത് ചെയ്യും? മരിക്കാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾ മരിക്കുമ്പോഴും എങ്ങനെ മരിക്കത്തുള്ളൂ? കഴിച്ചിട്ട് ആ കാര്യത്തിൽ നമ്മളെ ആരും തോപ്പിക്കത്തില്ല. ഞങ്ങൾ മരിക്കാൻ പോവുകയാണ്, പക്ഷെ എങ്ങനെ മരിക്കത്തുള്ളൂ? കഴിച്ചിട്ട് മരിക്കത്തുള്ളൂ. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ 2 വിറക് പറക്കുന്നത്. വീട്ടിൽ സ്വന്തമായിട്ടൊരു മരം പോലും ഇല്ല, ഉണക്കക്കം പോലും ഇല്ല. പട്ടണത്തിൻ്റെ വാതിക്കെ വന്നിരിക്കും. എന്തിനു വേണ്ടിയാ?
2 വിറക് പറക്കാം. പിന്നെ കലത്തിനകത്തോട്ട് നോക്കിയാൽ, എൻ്റെ ഭാഷ പ്രസംഗക്കാരുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ, മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ അല്പം മാവുണ്ട്. പിന്നെ തുരുത്തിക്കാട് നോക്കിയാൽ എന്തുണ്ട്? തുരുത്തിയിലോട്ട് നോക്കിയാൽ അല്പം എണ്ണയുണ്ട്. എന്നിട്ട് ഞങ്ങൾ മരിക്കാൻ പോകുക. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, മരിക്കത്തൊന്നുമില്ല, നീ പറഞ്ഞതുപോലെ ചിന്തി, ആദ്യം ചെന്ന് ഒരാട ഉണ്ടാക്കിക്കൊണ്ട് വരിക. ആലോചിച്ച് നോക്കണം ആ സംഭവം. നമ്മൾ ഈ ബൈബിളിലെ കഥകളൊക്കെ നിങ്ങളുടെ കിച്ചണുമായിട്ട് കണക്ട് ചെയ്ത് വേണം ചിന്തിക്കാൻ. അപ്പോൾ വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ പിന്നെ മറക്കത്തില്ല. ആ കൊച്ച് ദോശയ്ക്ക് വേണ്ടി ഇരിക്കുക, അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. എന്ത് കൊടുക്കുന്നില്ല. അടൻ ചുട്ടി മോൻ ചോദിച്ചു കാണും, മമ്മി എനിക്കിവിടെ കാരണം തിന്നാൻ പറയാവുള്ളൂ, ഞാനും മകനും കഴിക്കുമെന്ന് പറയുമ്പം ഈ ആഹാരം കഴിക്കുന്ന മോനാണ്, അല്ല കൊച്ചു കുഞ്ഞല്ല. അപ്പം അവന് കൊടുത്തില്ല. ഇതും കൊണ്ട് ഓടിയാണ് പോകുന്നത്. അപ്പോൾ ഏലിയാവ് പറഞ്ഞല്ലേ, ഒരു ശൂന്യത ഉണ്ടാകത്തില്ല. എന്താ പറഞ്ഞത്? അല്ലേ, ഒരു വർധനമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്ത് വർധനം ഉണ്ടായെന്ന് പിന്നീട് കാണുന്നുണ്ട്. സ്തോത്രം. കലത്തിലെ മാവ് കുറഞ്ഞില്ല, തുരുത്തിയിൽ എണ്ണയും തീർന്നു പോയില്ല. അപ്പം ഈ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകും. പണ്ട് മാവ് കാണണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? പറഞ്ഞാട്ടെ, കലത്തിനകത്ത് തലയിട്ട് അങ്ങനെയല്ലേ ഭാഷ? കലത്തിനകത്ത് എന്താ ഉള്ളത്? ഒരാൾക്കുള്ള ദോശ അത് ഇങ്ങനെ എങ്ങനെ എടുക്കുന്നത്? സ്ക്രേപ്പ് ചെയ്ത് എടുക്കണമായിരുന്നു. എണ്ണ കാണണമെങ്കിൽ എവിടെ നോക്കണമായിരുന്നു? ഇപ്പോഴോ, ഇപ്പൊ കലം കാണണമെങ്കിൽ മാവിനകത്ത് നോക്കണം. അതാ വർധനമെന്ന് പറയുന്നത്. എണ്ണ ഇങ്ങനെ കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക, അതാ വർധനമെന്ന് പറയുന്നത്. എടുത്തിട്ടും എന്ത് ചെയ്യുന്നില്ല, തീരുന്നില്ല. 2 പാട്ട് പാടിയാൽ തീരുന്നതല്ല നമ്മുടെ ഉണർവെന്ന് പറയുന്നത്. പിന്നെയും പാടണം. ഐ അപ്രീഷിയേറ്റ് അല്ലല്ലേ പ്രിയ പൈതലിനെ അപ്രീഷിയേറ്റ് ചെയ്തു. 1.25 മണിക്കൂർ കുഞ്ഞു വിടുന്നത് നിങ്ങളെവിടെ പാട്ട് പാടി. സാധാരണ ഞങ്ങളൊക്കെ 20 ആകുമ്പത്തേന് എന്ത് ചെയ്യും? ഞാൻ അപ്പം 1.25 മണിക്കൂർ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം ഉണ്ടോ അല്ലല്ലേ? പാട്ട് പാടിയാലും ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, പാസ്റ്റർ എത്ര സമയം രാവിലെ പ്രാർത്ഥിക്കണം, വൈകുന്നേരം എത്ര സമയം? അങ്ങനെ സമയക്ലിപ്ത ഒന്നുമില്ല. ഞാൻ അവർക്ക് കൊടുക്കുന്ന മറുപടി, എത്ര പാട്ട് പാടാമോ ക്ഷീണിക്കുന്നിടത്തോളം എന്ത് ചെയ്യണം? പാടണം. എന്നിട്ട് അവസാനം ക്ഷീണിച്ചെന്ന് തോന്നുമ്പോൾ ഒരു പാട്ടുകൂടെ പാടി നിർത്തിയേക്കണം. അങ്ങനെ നമ്മൾ ദൈവകാര്യത്തിന് നമ്മൾ ഒരിക്കലും ക്ഷീണം തോന്നാൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും പാടിക്കൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നല്ല. ദൈവവുമായിട്ടുള്ള ഉള്ളിൻ്റെ ബന്ധമാണ് ഈ ആത്മീയം എന്ന് പറയുന്നത്. അകം ബന്ധപ്പെട്ടുകൊണ്ട് ഇരിക്കണം. സ്തോത്രം. ഇടപെടാതെ പ്രാർത്ഥിക്കുക. ക്രിസ്തീയ ജീവിതത്തിന്റെ 3 അടിസ്ഥാന തത്വങ്ങളാണ്. ഞാൻ ഈ പ്രസംഗം ഇങ്ങനെ പരത്തി പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ 3 ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ട്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 16, 17, 18 വായിക്കണ്ട, നമുക്കറിയാവുന്ന വാക്യാണ്. എപ്പോഴും സന്തോഷിക്കുക. 2-ാമത്തെ വാക്യം, ഇടവിടാതെ എല്ലാറ്റിനും. ഈ 3 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. റിജോയ്സ് ഓൾവേസ്, പ്രേ വിതൗട്ട് സീസിങ്, ഇൻ എവറിത്തിങ് ഗിവ് താങ്ക്സ്. നോട്ട് ഫോർ എവറിത്തിങ് ബട്ട് ഇൻ എവറിത്തിങ്. അത് ഒത്തിരി വിശദീകരിക്കേണ്ടതാണ്. അവിടെ പറയുന്നതല്ല എപ്പോഴും സന്തോഷിക്കണം. അതിൻ്റെ അർത്ഥം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം എന്നല്ല അർത്ഥം. ഉള്ളം കൊണ്ട് എന്ത് ചെയ്യണം? അത് നമ്മൾ പഠിക്കും. ആനന്ദിക്കണം. അതെങ്ങനെയാണ് നമ്മൾ പഠിക്കും. 2-ാമത്തത്, ഇടവിടാതെ എന്ത് ചെയ്യണം? അതെങ്ങനെ? ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാനാണ് പാസ്റ്റർ ഞങ്ങൾ ഓക്കെ. പക്ഷേ ഇടവിടാതെ എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? ഇടവിടാതെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഞാനത് ഉദാഹരണത്തിൽ കൂടെ പലതും പറയാനുള്ള തെളിയിച്ചു തരാം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഈ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ അവർ ടിഫിൻ അല്ലെങ്കിൽ ഫുഡ് കൊടുത്തു വിടാറുണ്ടോ? അതോ അവർ സ്കൂളിൽ നിന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, കൊടുത്തു വിടുമ്പോൾ നിങ്ങൾ സാധാരണ അമ്മമാർ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? ഫുഡ് കൊടുത്തു തരുമ്പോൾ ഒരാളെങ്കിലും സത്യം പറയുന്നത് എനിക്കറിയണം. കേട്ടില്ല മോനെ, ഫുള്ള് കഴിക്കണമെന്ന്. അല്ല, അപ്പം പിന്നെ വിശന്നാണ് സാറിന് എന്ത് ചെയ്യും? നമ്മളൊക്കെ നമ്മൾ തന്നെ വിശന്ന് എന്ത് ചെയ്യും? കഴിക്കും. പിന്നെ എന്തിനാ ഈ കുഞ്ഞിനോട് പറയുന്നത് ഫുള്ള് കഴിക്കണമെന്ന്? കാരണം അവർ കഴിക്കത്തില്ല. നമുക്ക് അവരുടെ സ്വഭാവം വെച്ച് നമുക്കറിയാം അവർ എന്ത് ചെയ്യത്തില്ലെന്ന്, കഴിക്കത്തില്ലെന്നറിയാം. പിന്നെ വെള്ളം കൊടുത്തു വിടും. കൊള്ളം എടുത്ത് കൊടുക്കുമ്പോൾ എന്താ പറയും? നമ്മുടെ കാലത്ത് അങ്ങനൊന്നും ഇല്ല, അത് പറയൊന്നും വേണ്ടായിരുന്നു, നമ്മളെന്ത് ചെയ്യും? വീടും കൂടെ കഴിക്കുന്നവരായിരുന്നു അല്ലേ? ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമല്ല, അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നല്ലോ അല്ലേ? വെള്ളം കൊടുത്തിട്ട് പറയും, മോനെ ഒട്ടും കളയാതെ കുടിക്കണം എന്ന് പറയും. പിന്നെ പറയും ആരോടും അടി കൂടലെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ സ്വഭാവം നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ പിള്ളേരോട് പറയും ആരോടും അടി കൂടണം. നമ്മൾ അങ്ങനെയാണ് വളർന്നു വന്നത്. നമ്മുടെ മാതാപിതാക്കൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം പിള്ളേർക്ക് എന്തില്ല, മാർക്ക്. എന്നോട് ആര് കംപ്ലൈൻറ്റ് പറഞ്ഞാലും, ഞാൻ കുറേ വർഷങ്ങളായിട്ട് പാസ്റ്ററാണ്, മോൻ എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല, അവനോട്ട് മാർക്ക് കുറവാണ്. അപ്പം ഞാൻ പറയും വീട്ടിൽ ചെന്നിട്ട് SLC ബുക്ക് എടുത്തൊന്ന് നോക്കണം. അതോടെ ഈ പ്രശ്നമല്ല തീരും. അവിടെ നിന്ന് തുടങ്ങിയ നമ്മളെ ഇവിടെ വരെ ദൈവം കൊണ്ടുവന്നെങ്കിൽ മേലാലും ദൈവം നടത്താൻ വിശ്വസ്തൻ. അതുകൊണ്ട് ഈ തലമുറയുടെ കാര്യത്തിലൊന്നും ഒത്തിരി ഭാരപ്പെടല്ലേ. കാരണം ഇത്ര വരെ ദൈവം നിങ്ങളെ നടത്തിയെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ടോ മിടുക്ക് കൊണ്ടോ അറിവ് കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഭാഷാ സ്വാധീനം കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലുണ്ടായിരുന്നു. അത്യുന്നതൻ്റെ വലങ്കരം പിടിച്ചതുകൊണ്ട് മാത്രമല്ല. ഹല്ലേലൂയ. അന്യരാജ്യത്തും അന്യദേശത്തും ഇന്ന് പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് കണ്ടേക്കാം. പക്ഷെ അതിൻ്റെ നടുവിലും ഹല്ലേലൂയ നിങ്ങളെ ജയോത്സവമായി ദൈവം നടത്തുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ. ഇന്ന് നാം പാടിയതുപോലെ യേശു മാറാത്തവൻ, യേശു വാക്കു മാറാത്തവൻ. നോട്ട് ഫോർ 1 day, നോട്ട് ഫോർ 1 month, യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ ഹി റിമൈൻ ദ സെയിം. ഇന്നലെയും ഇന്നും എന്നേക്കും യേശു മാറാത്തവൻ. ഇന്നലെ നടത്തിയ ദൈവം ഇന്നും എൻ്റെ കൂടെയുണ്ട്, നാളെയും എൻ്റെ കൂടെയുണ്ട് എന്ന ഉറപ്പകത്തുണ്ടായിരിക്കണം. ഹല്ലേലൂയ.
അപ്പൊ ആ കുഞ്ഞിനോട് ഈ ഭക്ഷണത്തെക്കാട്ടിലും വസ്ത്രത്തെക്കാട്ടിലും വെള്ളത്തെക്കാട്ടിലും ഒക്കെ അത്യാവശ്യമുള്ളൊരു സാധനമുണ്ട്. എന്താണെന്നറിയാം? നിങ്ങളുടെ ശ്രദ്ധ പോയാലേ ഇതിനറിയാം. ഈ ഭക്ഷണത്തെക്കാട്ടിലും വെള്ളത്തെക്കാട്ടിലും അല്ലെങ്കിൽ ഉടുപ്പിനെക്കാട്ടിലും ഒക്കെ പിള്ളേർക്ക് അത്യാവശ്യമുള്ള സാധനമുണ്ട്. പിള്ളേർക്കെല്ലാം നമുക്ക് വേണം. എന്താ? ആരെങ്കിലും പറയുമെന്നറിയട്ടെ. ശ്വാസം വേണ്ടേ? പക്ഷെ ഇന്ന് വരെ ഏതെങ്കിലും അപ്പനും അമ്മയും കുഞ്ഞുങ്ങളോട് പറഞ്ഞു വിട്ടുണ്ടോ മോനെ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം വലിക്കാൻ മറക്കല്ലെന്ന്? എന്താ പറയാഞ്ഞത്? വെള്ളം കുടിച്ചില്ലേലും ഒക്കെ നമുക്ക് പിടിച്ച് നിൽക്കാമല്ലോ. ആഹാരം കഴിച്ചില്ലേലും 2 ദിവസമൊക്കെ നിൽക്കാം. പക്ഷേ ശ്വാസം വിട്ടില്ലെങ്കിലോ? പക്ഷെ നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ മോനെ ക്ലാസ്സിൽ കയറുമ്പോഴും ഇരിക്കുമ്പോഴും ഒന്നും ശ്വാസം വിടാൻ മറക്കരുത്? ടീച്ചർ അങ്ങനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. പല സബ്ജക്റ്റ് മാറുമ്പോൾ അവർക്കറിയാത്തതുകൊണ്ട് അവർ നമ്മുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നീ അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്താ വേണം? തല്ലുകൂടാൻ പോകുന്നതൊക്കെ കൊള്ളാം. എന്തോ കിട്ടണം? ശ്വാസം. എന്താ നമ്മൾ പറയാത്തതിൻ്റെ കാരണം? എന്താ കാരണം? ശ്വാസം വലിച്ചുള്ള ബുദ്ധിമുട്ട് അവനറിയാം. ആരും പറഞ്ഞില്ലേലും തന്നെ ശ്വാസം വലിച്ചോളും. മൂക്കൊന്ന് പൊത്തിപ്പിടിച്ച് നോക്കിയേ, നമുക്ക് പറ്റത്തില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഇതാ ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ അറിയണം. ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലെ ഇറ്റ് ഷുഡ് ബിക്കം ദ പാർട്ട് ഓഫ് അവർ ലൈഫ്. ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. അതിൻ്റെ അർത്ഥം ഒരിടത്തിരുന്ന് ശ്വസിക്കാൻ വേണ്ടി 1/2 മണിക്കൂർ ആരും ഇവിടെ തിരിക്കാറില്ലല്ലോ. നടക്കുമ്പോഴും ചരിക്കുമ്പോഴും കിടക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഉള്ളിൽ നിന്ന് നാം അറിയാതെ ഒരു പ്രതിഭാസമായി ശ്വാസോച്ഛ്വാസം നടക്കുന്നുവെങ്കിൽ ഇത് തന്നെ ദൈവമക്കളെ പ്രാർത്ഥന ഉണർവെന്ന് പറയുന്നത്. നാം അറിയാതെ അകത്ത മനുഷ്യൻ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് വർഷിപ്പ്. ആരാധന എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം കയറിയിട്ട് പോലും ഇല്ല. ആരാധന എന്ന് പറയുന്നത് അത് തന്നെയാണ്. 34-ാം സങ്കീർത്തനത്തിലെ 3 വാക്യങ്ങളാണ് ആരാധന. 1-ാം വാക്യം നമ്മൾ പറഞ്ഞു ഹല്ലേലൂയ ഞാൻ യഹോവയെ എല്ലാ കാലത്തും അവൻ്റെ സ്തുതി എപ്പോഴും. അത് ആദരം കൊണ്ടുള്ള ആരാധനയാണ്. നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ആദരമുയർത്തി ശബ്ദമുയർത്തി നാം പാട്ടും. ഹല്ലേലൂയ ഹിസ് പ്രൈസ് ഷൽ കണ്ടിന്യൂലി അപ്പോൺ മൈ മൗത്ത്. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. അത് ആദരം കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. അത് ഉള്ളം കൊണ്ടുള്ള ആരാധനയാണ്. അതാരും കാണുന്നില്ല, കേൾക്കുന്നില്ല. അകം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. ആദരം കൊണ്ട് മാത്രമല്ല, അകം കൊണ്ടും ദൈവത്തെ ആരാധിക്കണം. എൻ്റെ ഉള്ളം ദൈവസന്നിധിയിൽ. അല്ലല്ലേ നാം അറിയാതെ ജോലി ചെയ്യുമ്പോഴും എല്ലാം ഈ അകം കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റും. 3-ാമതാണ് എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുക. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ. ദാറ്റ്സ് വാട്ട് ഈസ് കോർപ്പറേറ്റ് വർഷിപ്പ്. ഒരുമിച്ചുള്ള ആരാധന. അപ്പം ആദരം കൊണ്ടും അകം കൊണ്ടും ഒരുമിച്ചും നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റും. ഇടവിടാതെ പ്രാർത്ഥിക്കുക. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. എല്ലാറ്റിനും ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്ത് ചെയ്യണം? അതിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം കണ്ടെത്തണം. ദൈവത്തിൻ്റെ മഹത്വം കണ്ടെത്തണം. ദൈവം അങ്ങനെയാണ്. കർത്താവ് അങ്ങനെ ചെയ്തത്. അല്ലല്ലേ കണ്ണ് കാണാതിരിക്കുന്ന 40 വയസ്സുള്ളൊരു മനുഷ്യനെ നോക്കി ശിഷ്യന്മാരൊക്കെ പറയുന്നു ഇവൻ കുരുടനായി പിറക്കത്തക്കണം ആര് പാപം ചെയ്തു. യേശു പറഞ്ഞു ഇവനും എൻ്റെ അമ്മയപ്പന്മാരൊന്നുമല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ്. ദാറ്റ് മീൻസ് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതും എൻ്റെ ശരീരത്തിൻ്റെ വേദനയൊക്കെ ദൈവനാമ മഹത്വത്തിന് കാരണമാണെങ്കിൽ അതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അങ്ങനെ ഈ കുഞ്ഞ് ഹല്ലേലൂയ ഏലിയാവ് വീട്ടിൽ വരുന്നു. ഈ ഹല്ലേലൂയ അവിടെ സമൃദ്ധിയൊക്കെ ഉണ്ടാകുന്നു. ഏകദേശം 1.5 വർഷം വീട്ടിൽ താമസിക്കുന്നു. വീടിൻ്റെ മുകളിൽ ഒരു മാളിക മുറിയിൽ ഏലിയാവ് പാർക്കുന്നു. ഒരു ദിവസം അമ്മച്ചി രാവിലെ വന്ന് പറഞ്ഞു ഹല്ലേലൂയ കുട്ടി മരിച്ചു പോയെന്ന്. ആലോചിക്കുക, പണ്ട് മരിക്കാനിരുന്നതാ എപ്പോഴും ആഹാരം ഇല്ലാത്ത സമയത്ത്. ഇപ്പം ആഹാരത്തിൻ്റെ കുറവുകൊണ്ടല്ല ആര് മരിച്ചത്? ഈ കുഞ്ഞ് മരിച്ചത്. 3 നേരം ഇഷ്ടം പോലെ സുഭിക്ഷമായ ആഹാരം അവൾക്കും അവിടെ വീട്ടുകാർക്കും ആയുസ് പര്യന്തം അഹോവൃത്തി കഴിയുന്നത് ഈ അടുക്കളയിലെ കലത്തിലും തുരുത്തിയിലുമുണ്ട്. എന്നിട്ടും ആര് മരിച്ചു? കുഞ്ഞ് മരിച്ചു. ഏലിയാവ് കോണിപ്പടി, നിങ്ങളൊന്ന് വിശ്വസിച്ചാട്ടെ, കോണിപ്പടിയും കൊണ്ട് താഴോട്ട് ഇറങ്ങി വരുന്നു. ആ കുഞ്ഞിനെ കയ്യിലോട്ട് വാങ്ങുന്നു. തിരിച്ച് കോണിപ്പടി കയറി പോകുന്നു. എന്നാലും ചോദിക്കുക, മരിച്ച കുഞ്ഞിനെ എടുത്തുകൊണ്ട് മേലോട്ട് പോകുന്നു. തൻ്റെ മുറിയിൽ കൊണ്ട് കിടത്തി. ഞാൻ റിവൈവലിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. മുറിയിൽ കൊണ്ട് കിടത്തിയിട്ട് അവിടെ വായിക്കുന്ന ഒരു പദമുണ്ട്, സ്തോത്രം. ഏലിയാവ് ബാലൻ്റെ മേൽ കയറി കിടന്നു. ഇത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. തൻ്റെ വായ് ബാലൻ്റെ വായുടെ മേലും തൻ്റെ കൈ ബാലൻ്റെ കൈയുടെ മേലും വെച്ചു. അപ്പോൾ അവന് ചൈതന്യം വന്നു, കുട്ടിക്ക് ജീവൻ വന്നു. സ്തോത്രം. വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നിങ്ങൾ നോക്കി നടത്താൻ ഉണർവ് വ്യാപരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തോടെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഒരു കരം കൊടുത്താൽ അല്ലെങ്കിൽ നിങ്ങളിലുള്ള ചൈതന്യം ഉണർവ് ആ വ്യക്തിയിലേക്ക് വ്യാപരിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ തലയ്ക്ക് വെച്ച് മാതാപിതാക്കളെ പാസ്റ്റർമാർ വരുമ്പോൾ പ്രാർത്ഥിപ്പിക്കുന്നത് നല്ലതാണ്. മാതാപിതാക്കൾ രാവിലെ അങ്ങ് കുഞ്ഞുങ്ങളുടെ തലയെ കൈ വെച്ച് അങ്ങ് അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമം ചൊല്ലി ഞാൻ ഈ പൈതലിനെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകം ആ കുഞ്ഞിൻ്റെ മേൽ വ്യാപരിക്കുകയാണ്. അല്ലല്ലേ പട്ടണഭൂതങ്ങൾ വിറച്ചു പോകുന്ന, അന്യായത്തങ്ങൾ ശാസിക്കപ്പെടുന്ന, അവർക്ക് നേരെ എഴുതി വെച്ചിരിക്കുന്ന രേഖകൾ തുരത്തപ്പെടുന്ന ദൈവത്തിൻ്റെ കൃപയുടെ വലയത്തിനകത്തേക്ക് തലമുറകളെ നിങ്ങൾ വ്യാപരിക്കണം.
ആലയത്തിന് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കണം. ദൗത്യമേലെ റെൻ്റൽ പ്രോപ്പർട്ടി ആണെങ്കിലും ദൈവദാസന്മാർ അവസരം കിട്ടുമ്പോഴൊക്കെ ഇതിന് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കണം. കാരണം അസൂയയുടെ കണ്ണുകൾ, ആഭിചാരത്തിൻ്റെ കണ്ണുകൾ ജനത്തെ ആലയത്തിലേക്ക് വിടാതെ കാലുകളെ തടയുന്ന പ്രതിസന്ധികളെയൊക്കെ മാറ്റിമറിക്കുന്ന അഭിഷേകത്തിൻ്റെ വിത്ത് ഇതിന് ചുറ്റും വ്യാപരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തെ വേണ്ടി പ്രാർത്ഥിക്കണം, പാർക്കുന്ന ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കുന്നു എന്ന് പറയണം. ദൈവകൃപ ഉണർവോടെ ആ കുഞ്ഞവിടെ ചൈതന്യം പ്രാപിച്ചു. എവിടെ മരണം നടന്നോ അവിടെ ജീവൻ വ്യാപരിച്ചു. 5 ആണോ 6 ആണോ എന്നറിയത്തില്ല. 130 വയസ്സുള്ള അപ്പച്ചനാണെങ്കിലും 30 വയസ്സുള്ള യൗവനക്കാരനാണെങ്കിലും 5 വയസ്സുള്ള കൊച്ചു കുഞ്ഞിനാണെങ്കിലും ജീവൻ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. ഇന്ന് രാത്രികാലം ഈ സഭയിൽ അല്ലെ പ്രായമുള്ളവർ തൊട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഒരുപോലെ ഉണർത്തപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആശിക്കുന്നു. പെന്തിക്കോസ്ത് നാളിൽ പെയ്തിറങ്ങിയ ആത്മാവിൻ്റെ മാരി ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയിൽ ചിലർ അഭിഷേകം പ്രാപിക്കണം, ചിലർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടണം, അല്ലെങ്കിൽ ചിലർ ശുശ്രൂഷയുടെ പുതിയ പാൻഡിൽ ഏറ്റെടുക്കണം, അന്യായത്തങ്ങൾ ശാസിക്കപ്പെടണം. ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുന്ന ചിലരെ ഇന്ന് രാത്രി ദൈവത്തിന് വേണം. ചിലരുടെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോല് പോലെ പുതിയ ഭാഷകൾ സംസാരിക്കുന്ന, പുതിയ ദൂതുകൾ പറയുന്ന, ഇന്ന് വരെ കേൾക്കാത്ത ആത്മാവിന്റെ ഭാഷകൾ അതിരത്തിൽ നിന്ന് പുറത്തു വരുന്ന കാലഘട്ടമായി മാറണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് രാത്രി ആദ്യത്തെ ഒരു ഭാഗം മാത്രം പഠിച്ച് നമ്മുടെ വാക്കുകൾ അവസാനിപ്പിക്കാം. സന്തോഷമാണ് ഉണർവെങ്കിൽ എന്താണ് നമ്മുടെ സന്തോഷം എന്നറിയാം. എങ്ങനെയൊക്കെയാണ് നമുക്ക് സന്തോഷം വരുന്നത്? ഒരു കുറച്ച് രസകരമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ആ സന്തോഷം അരമണിക്കൂർ കഴിയുമ്പോൾ നിർത്തും. അല്ലെങ്കിൽ രസകരമായ ഒരു കാഴ്ചകൾ, എന്തെങ്കിലും കോമഡിയോ ഷോയോ എന്തെങ്കിലും കണ്ടാൽ ദാറ്റ് വിൽ നോട്ട് ലാസ്റ്റ് ഫോർ മച്ച്. അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പം അതും തീർന്നു പോകും. എന്നാൽ നിലനിൽക്കുന്ന സന്തോഷമാണ് ഉണർവെങ്കിൽ ഒരു കാര്യം മാത്രം ഇന്ന് രാത്രി നമുക്ക് പഠിക്കാം. ബാക്കി വരും ദിവസങ്ങളിൽ ചിട്ടയായി നമുക്ക് വായിക്കാം. അല്ലെങ്കിൽ ഒന്ന്, അനുതാപത്തിലൂടെയാണ് നമുക്ക് സന്തോഷം വരുന്നത്. എവറി ടൈം യു കൺഫസ് your sin before the Lord, that will bring an eternal everlasting joy. അതിനെ ജോയ് ഓഫ് സാൽവേഷൻ എന്ന് പറയും, രക്ഷയുടെ സന്തോഷം. നാം അനുദപിക്കണം. ഹല്ലേലൂയ. വിശുദ്ധരാരും ഇല്ല ദൈവമക്കളെ. അതുകൊണ്ട് നമ്മൾ അനുതാപത്തിലൂടെ ആ സന്തോഷം വരും. ഒന്ന് വായിച്ചാട്ടെ 51-ാം സങ്കീർത്തനം. വളരെ സുപരിചിതമാണല്ലോ. അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. Psalms 51, 10-12. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് restore unto me the joy of salvation. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടവരുടെ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെന്ന് എനിക്കറിയാം. രക്ഷിക്കപ്പെട്ട ദിവസം ഒരു സന്തോഷം ഉണ്ടായാലും അത് അനുഭവിച്ചിട്ടുണ്ടോ? കർത്താവിനെ കണ്ടുമുട്ടിയ ദിവസം ആ സന്തോഷം ഇന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതാണ് restore unto me എന്ന് പറയുന്നതിന് കാരണം. ഞാൻ 9-ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. എന്തോ ഒരു സന്തോഷമായിരുന്നു. എന്തോ ഒരു സന്തോഷമായിരുന്നു. അന്ന് ചെറുപ്പമാണെന്ന് പറഞ്ഞാലും രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വലിയൊരു പാസ്റ്റർ മോനായിട്ട് ജനിച്ചു വളർന്നെങ്കിലും ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ കീഴടക്കിയ ഒരു സന്തോഷമായിരുന്നു. നിങ്ങൾക്ക് ഉണ്ടല്ലോ ആ സന്തോഷം, രക്ഷയുടെ സന്തോഷം. ഞാൻ കർത്താവ് യേശുവിനെ കണ്ടുമുട്ടി, കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു. കൈപൊക്കിയോ മുന്നോട്ട് വന്നോ സമർപ്പിച്ചോ ഒക്കെ നിങ്ങൾ തീരുമാനിച്ചു. പക്ഷെ ഇപ്പൊ ദാവീദ് പറയാ, എനിക്ക് ആ സന്തോഷമില്ല. സങ്കീർത്തനമൊക്കെ എഴുതുന്നുണ്ട്, പക്ഷെ എനിക്കെന്തോ ഇല്ല, രക്ഷയുടെ സന്തോഷമില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, രക്ഷയുടെ സന്തോഷമില്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രസംഗിക്കാൻ പറ്റും. രക്ഷയുടെ സന്തോഷമില്ലാതെ പാട്ട് പാടാൻ പറ്റും. അത് ആർട്ടിഫിഷ്യലായി പോകും. പക്ഷേ യഥാർത്ഥമായ ഒരു സന്തോഷം അനുതാപത്തിലൂടെ, മാനസാന്തരത്തിലൂടെ. നമുക്കറിയാം, പാപം ചെയ്തതിൽ 1 വർഷത്തോളം പാപം മറച്ചു വെച്ച് ജീവിച്ച മനുഷ്യനാണ് ദാവീദ്. നയതാൻ പ്രവാചകൻ വന്ന് തൻ്റെ പാപം നിനക്ക് ബോധ്യപ്പെടുത്തിയപ്പോഴാണ് 51-ാം സങ്കീർത്തനത്തിൻ്റെ ആ വാക്കുകൾ 32-ാം സങ്കീർത്തനമൊക്കെ താൻ എഴുതുന്നത്. ഇവിടെ നാം വായിക്കുന്ന ഇങ്ങനെയാണ്, സ്തോത്രം, കർത്താവേ, എൻ്റെ പാപം എനിക്ക് ഭയങ്കര കഠിനമായിരിക്കുന്നു. പാപം മനുഷ്യന് വരുത്തിയ ഏറ്റവും വലിയ വിനയം എന്ന് പറയുന്ന പാപമാണ്. സ്തോത്രം. ലോകം കണ്ട ഏറ്റവും വലിയ വിനയം ഏതാ? പാപമാണ്. പാപം എന്താണ്? പാപം ഒറ്റ വാക്കി പറയാം. നമ്മൾ വചനം പഠിച്ചുകൂടാ, പോകാൻ കുഴപ്പമില്ല. വചനത്തിൽ കേൾക്കുന്നവർക്ക് ആയിക്കോട്ടെ. എന്താ പാപം എന്ന് പറഞ്ഞ്? ഗ്രീക്ക് ഹീബ്രു ഒന്നും പറയണ്ട, പച്ച മലയാളത്തിൽ ചോദിക്കും. പാപം എന്ന് പറഞ്ഞ് ദൈവത്തിന് ഇഷ്ടമില്ലാത്തല്ല പാപം. അപ്പം അവന് ദൈവത്തിന് ഏതൊക്കെ ഇഷ്ടമുള്ളത് എങ്ങനെ അറിയുന്നു? അതൊരു വലിയ പ്രശ്നമായി മാറി. രാവിലെ എഴുന്നേറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? കർത്താവെ അങ്ങേക്ക് ഇഷ്ടമുള്ള, അതും വലിയ പ്രശ്നമായി. അപ്പോൾ പാപം എന്താ നമുക്കത് പഠിക്കണം. അല്ലല്ലേ? ഏദൻ തോട്ടത്തിൽ ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു. അല്ലല്ലേ? മണ്ണുകൊണ്ട് മനുഷ്യനെയും എല്ലുകൊണ്ട് സ്ത്രീയെയും സൃഷ്ടിച്ച് അവരെ ഒന്നാക്കിയിട്ട് അവരോട് പറഞ്ഞല്ലേ, ഈ തോട്ടത്തിലുള്ള സകലത് നിങ്ങൾക്ക് കഴിക്കാം. എന്തൊരു സന്തോഷമായിരുന്നു. തോട്ടത്തിലുള്ള സകല വൃക്ഷവും കഴിക്കാം. പക്ഷേ തോട്ടത്തിൻ്റെ നടുവിലുള്ള ഒരു വൃക്ഷഫലമുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്ത് തിന്നരുതെന്ന് പറയും. തിന്നുന്ന ആൾ നിങ്ങൾ മരിക്കുന്നു പറയും. നമുക്ക് പിന്നെ പ്രശ്നമായി. എന്തിനാ ഇതവിടെ കൊണ്ടുവന്ന്
വെറുതെ അത് അവിടെ കൊണ്ടുവന്നു. ചിത്രയുണ്ടോ എൻ്റെ കൂടെ ഇതിനെ അവിടെ കൊണ്ടുവന്ന് അതൊരു വലിയ തിയോളജിക്കൽ വിഷയം. ഇപ്പോൾ അതിന് പഠിക്കാൻ പോയാൽ പകരം കാണാൻ സമയമുണ്ട്, നമുക്ക് ക്ലാസ് തന്നെ അത് എടുക്കാൻ പറ്റും. എന്തിനാ അത് അവിടെ കൊണ്ട് വെച്ചെന്നുള്ള വേറൊരു വിഷയമാണ്. സ്തോത്രം. അപ്പുറത്തൊരു ജീവവൃക്ഷമുണ്ട്. എന്നാലും അതിൻ്റെ ഇടയ്ക്കാണ് മറ്റേ പുള്ളി കച്ചവടം കൊണ്ട് വന്നത്. കാരണം ഒരു പുള്ളി വന്ന് പറഞ്ഞു, ഇത് തിന്നാൽ നിങ്ങൾ ആരെ പോലെ ആകും. സത്യത്തിൽ ആരെ പോലെ ഇരിക്കുന്നത്? കാരണം ദൈവം അവരെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ദൈവം തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ. അപ്പം അതിൻ്റെ അർത്ഥം കണ്ണാടി നോക്കിയാൽ ആരെ കാണാം? നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കി ആരെ കാണാം? ഒന്നും. നിങ്ങൾ ദേവന്മാരാണെന്ന് 82 സംഗീതം പറയും. ദൈവത്തിന്റെ അരുളപ്പാടുള്ളവരെ ദേവന്മാരെന്ന് വിളിച്ചിട്ടുണ്ടല്ലോ. ഈ ഞായറാഴ്ച എല്ലാം പ്രസംഗം കേൾക്കുന്നത് നിങ്ങളൊക്കെ ആരാണ്? ഞാൻ പറയാം, കൊമ്പും വാലും ഉള്ള ദേവന്മാരുടെ കാര്യമല്ല പറയുന്നത്. അല്ലെ 2 കാലും 2 കൈയും ഉള്ള, അല്ലെങ്കിൽ ഷർട്ടും പാൻറ്റും ഇട്ട, സാരി ഉടുത്ത, ചുരിദാർ ഇട്ട ദേവന്മാർ എൻ്റെ മുന്നിൽ ഇരിക്കുന്നു. അതാണ് ദൈവം ദൈവം ദേവസഭയിൽ നിൽക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെയാണ് വചനത്തിൽ വാക്യം. യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നു, യോശുവ പറയുന്നു, ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ചവരെ നിങ്ങൾ ദേവന്മാരെന്ന് വിളിച്ചിട്ടുണ്ടല്ലോ. ഗോഡ്ലി പീപ്പിൾ ആണ്. അപ്പം നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെ ഇരുന്നു? ദൈവത്തിന്റെ അതേ രൂപം അല്ലേ ബ്രദറെ? ഭാര്യയോട് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കണ്ണാടി പോയി ആരെ കാണാം? അത്രേ ഉള്ളു, വ്യത്യാസം അത്രേ ഉള്ളു. രാവിലെ എഴുന്നേറ്റ് പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച് സ്തോത്രമൊക്കെ പറഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞ് കണ്ണാടി പോയി ആരെ കാണാം? ദൈവത്തിൻ്റെ അതേ സ്വരൂപം. ദൈവം ആത്മാവായതുകൊണ്ട് നിങ്ങളുടെ രൂപത്തിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ദൈവത്തെ ഒരുനാളും കണ്ടിട്ടില്ല ആരും. എങ്ങനെ ഇരിക്കുന്നു? നമ്മളെ പോലെ ഇരിക്കുന്നു. അവരവരങ്ങ് തീരുമാനിക്കണം ദൈവം ആരെ പോലെ ഇരിക്കും. ദൈവത്തിനൊരു രൂപം എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് 6 രൂപമായിരുന്നേനെ. അതുകൊണ്ടാണ് നമുക്ക് നാണക്കേട് ഉണ്ടാക്കരുത് പറയുന്നത്. കാരണം ദൈവത്തിന് നാണക്കേട് ഉണ്ടാക്കരുത്. അപ്പോൾ ദൈവത്തിൻ്റെ രൂപം, ദൈവത്തിൻ്റെ നാക്കായി നിങ്ങളുടെ നാക്കും, ദൈവത്തിൻ്റെ കണ്ണായി നിങ്ങളുടെ കണ്ണും, ദൈവത്തിൻ്റെ കരമായി നിങ്ങളുടെ കരമൊക്കെ മാറണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പുള്ളി എന്ന് പറയുന്നത്, നിങ്ങൾ തിന്നുന്ന നാളിൽ നിങ്ങൾ 6 കൂട്ടാവും. തിരിച്ച് ചോദിക്കണ്ടായിരുന്നോ, സാർ ഇത് തിന്നിട്ടാണോ ദൈവത്തിൻ്റെ കൂട്ട് ആയെന്ന്? അങ്ങനെ നമ്മൾ ചോദിക്കുന്നത്. ചില സമയത്ത് നമുക്കിതൊന്നും ചോദിക്കാനുള്ള ഓർമ്മയൊന്നും ഇല്ല, ചോദിച്ചില്ല. പിന്നെ എന്തിനാ? ഓൾറെഡി ഞങ്ങൾ ദൈവത്തെ പോലല്ലേ. ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് എന്തോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാ, സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയാ. അവസാനം പാവനെ അത് തിന്നു കഴിച്ചു. ആ ചരിത്രമൊക്കെ പറഞ്ഞാൽ രസകരമായിട്ട് പറയണ സമയമില്ല, നമുക്ക് തീരാറായി. അപ്പം ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ പാവിയായി മാറി. അനുസരണക്കേട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഈ പറഞ്ഞ കണക്ക് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചെയ്തു. ദൈവം പറഞ്ഞത് ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്തു, ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യാതിരുന്നു. മരത്തിൻ്റെ പുറകെ ഒളിച്ചു നോക്കുന്നു, അത്തിയലയും കൊണ്ട് ഉടുപ്പ് തയ്പ്പിച്ചു നോക്കുന്നു, എന്തെല്ലാം പരിപാടി നടത്തി. ഒരു രക്ഷയില്ല. അന്നേരം സംഭവിച്ചതാണ് പാപം എന്ന് പറ. ആ പാപം വിരൂപമാക്കിയ മനുഷ്യനെ, തേജസ്സുള്ള മനുഷ്യനെ പാപം എന്ത് ചെയ്തു? വിരൂപമുള്ളവനാക്കി. ആ വൈരൂപ്യം ഒന്ന് നമുക്ക് കാണാം. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. റോമർ 23:23 ഉണ്ടോ? വായിച്ചു. എല്ലാവരും ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം, വെളുത്തവനും കറുത്തവനും, അല്ലല്ല ആഫ്രിക്കൻ ആണെങ്കിലും അമേരിക്കൻ ആണെങ്കിലും ഓസ്ട്രേലിയക്കാരനാണെങ്കിലും ഇന്ത്യക്കാരനാണെങ്കിലും കാനഡയിലുള്ളവരാണെങ്കിലും ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് പോയി. ഇപ്പൊ പാപം എന്ന് പറഞ്ഞാൽ ദൈവ തേജസ് ഇല്ലാത്തതാണ്. ഞാൻ വ്യാഖ്യാനിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാന്ന്. Where there is not the glory of the Lord, that's what we can call sin. ദൈവ തേജസ് എവിടൊക്കെ ഇല്ലോ അതിന്റെ പേരാണ് പാപം. ഇനി ദൈവ തേജസ് എന്താണെന്ന് അറിയണം. പാപത്തിന്റെ ശമ്പളമുണ്ട്. പാപത്തിന്റെ ശമ്പളം എന്താണ്? റോമർ 6:23. പാപത്തിന്റെ ശമ്പളം മരണം. അത് ഉറപ്പാണ്. ഇനി പാപം ചെയ്യുന്നവർ മരിച്ചേ ഒക്കത്തുള്ളൂ, അതിന് നീക്കൊന്നുമില്ല. എസെക്കിയേൽ 18:4, എസെക്കിയേൽ 18:20. പാപം ചെയ്യുന്ന ദേഹി എന്ത് ചെയ്യണം? മരിക്കും നിശ്ചയം. എബ്രായർ 9:22. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. ഇതാ പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവം. അതിന് മാറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ നീതിയുള്ള ദൈവം. പാപത്തോട് ദൈവത്തിന് ഒരു കോംപ്രമൈസും ഇല്ല. പാപം ചെയ്താൽ മരണശിക്ഷ ഉറപ്പാണ്. പാപത്തിന്റെ ശമ്പളം മരണമല്ലാതെ വേറൊരു ഇൻക്രിമെന്റും ഇല്ല, താഴ്ചയില്ല. പാപത്തിന് മരണം. പാപം എന്ന് പറഞ്ഞാൽ എല്ലാവരും പാപം ചെയ്തപ്പോൾ ദൈവ തേജസ് അവരെ വിട്ടുമാറി, ദൈവത്തിന്റെ രൂപം അവരെ വിട്ടുമാറി, സാധാരണ മനുഷ്യരായി. അപ്പോൾ ദൈവത്തിന്റെ രൂപം. ഇനി ദൈവത്തിന്റെ തേജസ് എന്താണെന്ന് അറിയണം. അതുകൊണ്ട് എന്താ ഈ തേജസ് എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് മതിയോ? എന്താ ദൈവത്തിന്റെ തേജസ്? ദൈവത്തിന്റെ തേജസ് എന്ന് പറഞ്ഞാൽ യോഹന്നാൻ 1:14 കാണാൻ അറിയാവുന്ന വാക്യം കൊണ്ടാണ് വായിപ്പിക്കാത്ത. യോഹന്നാൻ 1:14. വചനം ജഡമായി തീർന്നു. അറിയാവുന്നതിന് പറഞ്ഞാട്ടെ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ ആ കൃപയുടെയും സത്യത്തിൻ്റെയും തേജസ് പിതാവിങ്കിൽ നിന്നുള്ളവൻ്റെ ഏകജാതനായവൻ്റെ തേജസ്സായി. ഇപ്പൊ ദൈവത്തിന്റെ തേജസ് എന്ന് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തുവാണ്. ദൈവത്തിന്റെ തേജസ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു. അപ്പം മനുഷ്യരിൽ പാപം എന്ന് പറഞ്ഞാൽ യേശു ഇല്ലാത്തതെല്ലാം പാപം. ഒറ്റ വാക്കി ഡിഫൈൻ ചെയ്താൽ, യേശു ഇരിക്കാത്തടത്ത് ഇരുന്നാൽ അതെന്താണ്? പാപം. യേശു കാണാത്തത് കണ്ടാൽ അത്രയേ ഉള്ളൂ. ഒത്തിരി കഷ്ടപ്പെട്ട് മാറ്റിയ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വ്യാഖ്യാനിക്കാനൊക്കെ പോകാതെ യേശു എവിടൊക്കെ ഇല്ലയോ, ദ ആബ്സെൻസ് ഓഫ് ഗോഡ്സ് പ്രസൻസ്, വാട്ട്സ് ഈസ് കോൾഡ് സിൻ.
ദൈവ സാന്നിധ്യമില്ലയോ അതിനെ പാപമെന്ന് വിളിക്കാം. എവിടെല്ലാം എൻ്റെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളിൽ ഞാൻ കാണുന്നതിൽ, നടക്കുന്നതിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ, യേശു കൂടെ വരാത്തതാണെങ്കിൽ, യേശു ഇല്ലാത്തതെല്ലാം പാപം. ഹല്ലേലൂയ. അപ്പൊ പാപം മനുഷ്യന് വ്യക്തിയ വൈരൂപ്യം കാണണ്ടേ? പാപത്തിന്റെ വൈരൂപ്യം നമ്മൾ ക്രൂശിൽ കാണുന്നത്. പാപത്തിന്റെ കാഴ്ച എങ്ങനെ ഇരിക്കും? എന്തുകൊണ്ടാണ് ഇരുട്ടിനകത്ത് 3 മണിക്കൂർ, 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് വലിയ ഇരുട്ടുണ്ടായി. ഇരുട്ടിന്റെ നടുവിൽ വെച്ചാണ് ദൈവക്രോധത്തിന്റെ അഗ്നിച്ചൂളയിൽ യേശു വെന്തെരിഞ്ഞത്. അവിടെ ദൈവം മുഖം മറച്ചു കളഞ്ഞതിന്റെ കാരണം, പിതാവേ എന്നെ കൈവിട്ടെന്ന് ചോദിച്ചതിന്റെ കാരണം, പാപത്തോടാ ദൈവം മുഖം മറച്ചത്, പുത്രനോടല്ല. ആ പുത്രന്റെ മേലെ പാപം അങ്ങോട്ട് വന്നപ്പോൾ ഏദൻ തോട്ടത്തിൽ നഗ്നരായി, പാപം നഗ്നമാണ്, വിരൂപമാണ്. മനുഷ്യൻ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ പാപം ചെയ്തു, അനുസരണക്കേട് കാണിച്ചു, ഞങ്ങൾ നഗ്നരെന്ന് ഞങ്ങൾക്ക് 4 പേരുടെ മുമ്പിൽ നടക്കാൻ പറ്റാത്ത പോലെ നഗ്നതയായി. അത് മറയ്ക്കാൻ അത്തിയില കൊണ്ട് മറച്ചു നോക്കിയത്, അത് മറയ്ക്കാൻ ആ മരത്തിന്റെ പുറകിൽ ഒളിച്ചു നോക്കിയത്, അത് മറയ്ക്കാൻ ആ പരസ്പരം പഴിചാരിയത്. പക്ഷെ പാപം അങ്ങനെ മറയ്ക്കാൻ പറ്റത്തില്ല. പാപം പരസ്യമായി വിചാരണ ചെയ്യപ്പെടണം. അനുതാപത്തിലേക്ക് നമ്മൾ വരികയാണ്. It has to be condemned publicly, then only the sin has to be destroyed. അതുകൊണ്ട് പാപം പരസ്യമായി പബ്ലിക്കലി കൊണ്ടുവരണം. ഇനി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വന്നാട്ട് 52-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, പാപത്തിന്റെ വൈരൂപ്യം കാണണമെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടായി പറയുന്നത്, സുന്ദര രൂപനായ യേശു ക്രിസ്തു, 10,000 അതിശ്രേഷ്ഠൻ, ശാരോനിലെ പനനീർ പുഷ്പമായവൻ, 1000 സൂര്യന്മാരെ വെള്ളുന്ന വെളിച്ചം മുഖത്തുണ്ടായിരുന്നവൻ, ദൂതന്മാർ പോലും മുഖം മറച്ചുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്ക വരുന്നത്. അവർ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് പാദം മൂടിയ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുന്നത്. അവനെക്കുറിച്ച് പറയുന്നത്, രാജാതി രാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്തിയുള്ളവനും, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ധന്യനായ ഏകാധിപതിയായ യേശു ക്രിസ്തു. സ്വർഗത്തിന് പോലും യേശുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. യോബിന്റെ ഭാഷ പറഞ്ഞാൽ സ്വർഗം പോലും തൃക്കണ്ണിന് മുമ്പിൽ വിശുദ്ധമല്ല. അത്ര തേജസ്സുള്ള ക്രിസ്തു. അവനെ കണ്ടിട്ട് അവൻ്റെ ആ വെളിച്ചത്തിൻ്റെ ഒരു ശകലം അടിച്ചപ്പോൾ മോശ മയങ്ങി 40 ദിവസം കിടന്നു. ആ വെളിച്ചം വന്ന് മുഖത്തടിച്ചപ്പോൾ പരാക്രമശാലിയായ ശൗൽ ദമസ്കോസിൽ വീണ് കടന്നുപോയി. അത്ര തേജസ്സുള്ള കർത്താവിനെ ഇപ്പൊ പ്രവാചകൻ വരച്ചു കാണിക്കുകയാണ്. എങ്ങനെ? അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല. ഇതാ പാപത്തിന്റെ വൈരൂപ്യം എന്ന് പറയുന്നത്. പാപം ദൈവത്തിന്റെ കണ്ണിൽ കണ്ടാൽ ആകൃതിയില്ല, കണ്ടാൽ രൂപഗുണമില്ല. അവന്റെ രൂപം കണ്ടാൽ ആളല്ലെന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ് അവൻ ആരായി തീർന്നു? വിരൂപനായി തീർന്നു. യേശു ക്രൂശിൽ നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് കിടക്കുന്ന കാഴ്ചയാ കാണുന്നത്. സ്തോത്രം. ഇനി 53-ാം അധ്യായത്തിന്റെ 2 തൊട്ട് 5 വരെ. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ ആരായി മാറി? നിന്ദിതനായി. നോക്കൂ, യേശുവിന്റെ രൂപം നോക്കിയാട്ടെ. അതിസുന്ദരനായ, അതികോമളനായ, 7 നിലവിളക്ക് നടുവിൽ ഉലാവുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം യേശു എങ്ങനെയായിപ്പോയി? ഇതാ പാപത്തിന്റെ വൈരൂപ്യം. ഞാനും നിങ്ങളും ചെയ്ത പാപമാ കാൽവരി ക്രൂശിൽ നാം കാണുന്നത്. ഞാൻ കൈകൊണ്ട് ചെയ്ത പാപത്തിനാ യേശുവിൻ്റെ കൈലാണി അടിച്ചത്. ഞാൻ കണ്ണുകൊണ്ട് നോക്കിയ പാപത്തിനാ യേശുവിൻ്റെ കണ്ണ് കെട്ടി അവനെ തല്ലിയത്. ഞാൻ പാപത്തിനോട് മുഖത്തോട് മുഖം നോക്കിയതിനാ യേശുവിൻ്റെ മുഖത്തെ രോമം പിച്ചിപ്പറിച്ച് യേശുവിനെ വിരൂപനാക്കിയത്. ഞാൻ അതരം കൊണ്ട് പാപം ചെയ്തതിനാ യേശു കയ്പുകാടി കുടിക്കേണ്ടി വന്നത്. ഞാൻ പാപത്തെ മുഖത്തോട് മുഖം നോക്കി ചുംബിച്ചതിനാ യേശുവിൻ്റെ കന്നത്തടിച്ചത്. ഞാൻ പാപവാക്കുകൾ കേട്ടതിനാ യേശുവിൻ്റെ കണ്ണ് കെട്ടി ചെകിടത്തടിച്ചത്. ഞാൻ പാപം ഹൃദയത്തിൽ സൂക്ഷിച്ചതിനാ യേശുവിൻ്റെ ചങ്ക് കുത്തിത്തുളച്ചത്. ഞാൻ കാലുകൊണ്ട് നടന്നുപോയ പാപത്തിനാ യേശുവിൻ്റെ പാദങ്ങളിൽ കൂർത്തുമൂർത്ത് ആണികളടിച്ചത്. ഞാൻ തല കൊണ്ട് പാപം ചിന്തിച്ചതിനാ യേശുവിൻ്റെ ശിരസിൽ മുൾക്കിരീടം മെടഞ്ഞ് കോലുകൊണ്ട് അടിച്ച് തലയോട്ടി പിളർന്ന് രക്തം ധാരത ഒഴുകിയത്. പാവത്തെ ഞാൻ ആഡംബരമായി ഉടയാടയെ നടന്നതിനാ യേശുവിൻ്റെ വസ്ത്രം അഴിച്ചു മാറ്റി അവനെ നഗ്നരാക്കി മാറ്റിയത്. ആ വൈരൂപ്യമാണ് നാം കാൽവറിയിൽ കാണുന്നത്. എന്തിനാ? എനിക്കും നിങ്ങൾക്കും സൗന്ദര്യം തരുവാൻ. ഹല്ലേലൂയ. പാപത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യന് വിടുതലില്ല, രക്ഷയില്ലെന്ന് ലോകം വിധി എഴുതി. ദൈവത്തിൻ്റെ നീതി പറഞ്ഞു, പാപം ചെയ്യുന്നവൻ മരിക്കണം, പാപം ചെയ്യുന്നവൻ രക്തം ചൊരിയണം, പാപം ചെയ്യുന്നവൻ്റെ മരണശിക്ഷയുണ്ട്. ഹല്ലേലൂയ. അവിടെയാണ് യേശു നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചത്. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ രക്ഷയുടെ സന്തോഷം ഒന്ന് തിരികെ പിടിക്കണം? ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശു എനിക്ക് പകരമായി മരിച്ചു. ഹല്ലേലൂയ. ഞാൻ ഇല്ലാതാകേണ്ട സ്ഥാനത്ത് യേശു എനിക്ക് വേണ്ടി മരിച്ചു. ആ യേശു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ മാറി. പാപത്തിൻ്റെ ശിക്ഷ മാറിയിട്ട് നമ്മൾ നീതിമാന്മാരായി മാറി.
അന്ന് ലഭിച്ച നിങ്ങളല്ല അത് ചെയ്തത് എന്ന് പറഞ്ഞ ദിവസത്തെ ആ സന്തോഷത്തിൻ്റെ പേരാ രക്ഷയുടെ സന്തോഷം. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഓർക്കുന്ന നല്ലതാണ്. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പറയണം. സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവസ്നേഹത്തെ ഒന്ന് ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷമുണ്ടല്ലോ, അത് നമ്മുടെ അകത്തൊരു ഉണർവുണ്ടാക്കും. ഇവിടെ ദാവീദ് പറയുക, ഞാൻ അറിയാതെ പാപം ചെയ്തു പോയി, ഹല്ലേലൂയ, എന്നെ ഈ സോപ്പ് കൊണ്ട് കഴുകണമേ, എന്നെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ ഞാൻ പാപിയാണ്, അന്തർഭാഗത്തിൽ സത്യമാണ് അവിടെ നിശ്ചയിക്കുന്നത്. കർത്താവേ, ഞാൻ നിർമ്മലനാകണം, എൻ്റെ ഹൃദയം ഒന്ന് കഴുകിയെടുക്കണം, എന്നെ ശുദ്ധീകരിക്കണമേ. അതുകൊണ്ടല്ലേ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. ഇന്ന് രാത്രി ഉണർവിൻ്റെ ലക്ഷണമാണ് അനുതാപത്തോടെ കമ്മിങ് ബാക്ക് ടു ദ ജോയ് ഓഫ് സാൽവേഷൻ. ഹല്ലേലൂയ, സ്തോത്രം. അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം. സ്വർഗത്തിൻ്റെ മഹിമകളെ വെടിഞ്ഞു വന്ന ക്രിസ്തുവിനെ ഒരിക്കൽ കൂടി ഇന്ന് രാത്രി ധ്യാനിക്കാൻ പറ്റുമോ? ആ സന്തോഷത്തിലേക്ക് ഇന്ന് രാത്രി മടങ്ങി വരാതെ ഒരു ഉണർവും നമ്മുടെ ഇടയിൽ നടക്കത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. അനുതാപത്തിലൂടെ റിസ്റ്റോർ അൻടു മീ ദ ജോയ് ഓഫ് സാൽവേഷൻ. ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടെങ്കിൽ 10 വർഷം മുമ്പ്, 20 വർഷം മുമ്പ്, 6 മാസം മുമ്പ്, 1 വർഷം മുമ്പ് കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ ദിവസം ഹൃദയത്തിനകത്തുണ്ടായ ആനന്ദം നമ്മെ വിട്ടുമാറിയെങ്കിൽ ഇന്ന് രാത്രി ആനന്ദത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ, സ്തോത്രം. പാപികളും ദോഷികളും ആയ നാര വർഗത്തെ, പാപികളും ദോഷികളും ആയ നാര, ഓ വീണ്ടെടുപ്പ എത്ര കഷ്ടം സഹിച്ചു നീ ശാന്തമായി, വീണ്ടെടുപ്പ എത്ര കഷ്ടം സഹിച്ചു നീ. ഓ ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എരിവാ, ഇത്ര സ്നേഹം, ഇത്ര, ഓ ഇത്ര സ്നേഹം മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകരാ, മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകരാ. ഈ സന്തോഷം ഇന്ന് രാത്രി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ വേഗം അവസാനിപ്പിക്കാം. നമ്മൾ ഒരുമിച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ടും തയ്യാറായിക്കാട്ടെ. അടുത്ത ഭാഗം ഞാൻ എടുത്താൽ എനിക്ക് തീർക്കാൻ കഴിയാത്തത് കൊണ്ട് ഇന്ന് രാത്രി വി ആർ എക്സ്പെക്റ്റിംഗ് എ റിവൈവൽ. ആസ് ഐ റിമൈൻഡഡ് യു, അല്ലല്ലേ, regardless of the age group, regardless of the circumstances, God is absolutely able to bring a revival among us. Revival means restoration. Hallelujah. The first part of the restoration is restoration of joy into your life, the joy of salvation. രക്ഷയുടെ സന്തോഷം ഇന്ന് രാത്രി മതിമറന്ന് ദൈവത്തെ ആരാധിച്ച് ഒരു ഭൗതിക നേട്ടത്തിന് വേണ്ടി അല്ല നാം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. കാനഡയിൽ വരാമെന്ന് ഓർത്തല്ല കർത്താവിൻ്റെ മക്കളായി മാറിയത്. അതിൻ്റെ ഭാഗമായി ജീവിതം നമ്മെ ദൈവം പണിതെടുത്തതാണ്. ഇന്ന് രാത്രി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ സന്തോഷത്തിന് വേണ്ടി ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട്. I used to cry to the Lord. അല്ലേ, ഇതോ ഐ എം ട്രാവലിംഗ് അക്രോസ് ദ നേഷൻ. കഴിഞ്ഞ 32-33 വർഷമായി വചനം പ്രസംഗിക്കുന്നെങ്കിലും ഇന്ന് രാവിലെയും പ്രാർത്ഥിച്ച്, കർത്താവേ എനിക്ക് ആത്മസന്തോഷം ഒന്ന് മടക്കിത്തരണം. എത്ര പേര് ഇന്ന് രാത്രി എല്ലാ കണ്ണും അടച്ച് ഒരു നിമിഷം നിറഞ്ഞ ഹൃദയത്തോടെ നിറഞ്ഞ കണ്ണുകളോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? റിസ്റ്റോർ അൻടു മീ ദ ജോയ് ഓഫ് സാൽവേഷൻ. 1980, 90, 2000, 2005, 2020 ആ ഡേറ്റ് വെച്ച് കർത്താവേ, അന്ന് ആ ദൈവസാന്നിധ്യം, ദൈവസ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞപ്പോൾ ഞാൻ ഒന്നും ഓർത്തില്ല. അന്ന് എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു. ഇന്ന് ജീവിതത്തിൻ്റെ പല ഭാരങ്ങൾ നിമിത്തം, വ്യതകൾ നിമിത്തം എനിക്ക് ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടെങ്കിൽ, ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ എനിക്ക് അതൊന്ന് ആനന്ദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇന്ന് രാത്രി ഒരു പുതു സൃഷ്ടിയാക്കി മാറ്റി എനിക്ക് രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ. ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്ന ബൈബിൾ സ്ക്രിപ്ചർ 2 കൊരിന്ത്യർ 5:17 അവിടെ എഴുതിയിരിക്കുന്നത്, ഹല്ലേലൂയ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അത് ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതം അങ്ങനെ ദൈവമക്കളെ, നമ്മൾ മാറ്റങ്ങളുടെ മക്കളാണ്. ദൈവമലടിയ 2025 വ്യക്തികളല്ല, നമ്മൾ പുതിയ വ്യക്തികളാണ്. ഇന്ന് രാവിലെ നിങ്ങൾ അനുഭവിച്ച കൃപയുടെ പേര് പുതിയ കൃപയെന്നാണ്. പഴയ കൃപ ദൈവം നിങ്ങൾക്ക് തരാറില്ല. സ്തോത്രം.
നാം ഇങ്ങനെ വായിക്കും, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അത് രാവിലെ തോറും പുതിയതാകുന്നു. 2026 ഓഗസ്റ്റ് മാസം 7-ാം തീയതി രാവിലെ നിങ്ങൾ കിടക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ദൈവം നിങ്ങളെ അണിയിച്ച കൃപ പുത്തൻ കൃപയാണെങ്കിൽ ഇന്ന് രാത്രി നഷ്ടപ്പെട്ടു പോയ സന്തോഷം പുതുബലത്തോടെ തിരിച്ചു വാങ്ങണം. എത്ര പേര് പ്രാർത്ഥിക്കും, റിസ്റ്റോർ അൺടു മീ ദ ജോയ് ഓഫ് സാൽവേഷൻ? കർത്താവേ, എനിക്ക് ആ നഷ്ടപ്പെട്ട സന്തോഷം ഒന്ന് തിരികെ തരണമേ. ഹല്ലേലൂയ. അവിടെ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ 2-ാം ഭാഗം, ഒന്ന്, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്. ഈ സന്തോഷം നിലനിൽക്കണമെങ്കിൽ എനിക്കൊരു ശുദ്ധ ഹൃദയം വേണം. പഴയത് പോളിഷ് ചെയ്ത് മിനുക്കിയല്ല വേണ്ടത്. എൻ്റെ അകത്ത മനുഷ്യൻ, അകത്ത ഹൃദയം എനിക്കൊന്ന് പുതുക്കി കിട്ടണം. പുതിയ ഹൃദയം വേണം. നിന്റെ സന്നിധി നിന്നെ തള്ളിക്കളയരുത്. അർത്ഥമല്ല, ദൈവം സാന്നിധ്യം ഇല്ലാത്ത ഒരിടത്തും എനിക്ക് പോകണ്ട. ദൈവമഹത്വം കാണാത്ത ഒന്നും എനിക്ക് വേണ്ട. ദൈവമില്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. 3, നിന്റെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. അത്ര ബോൾഡായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഉണർവിന് വേണ്ടി കൊതിക്കുന്ന ദൈവസഭയെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദാവീദ് എന്ന രാജാവ് പറയുന്നു, സിംഹാസനം പോകണമെങ്കിൽ പൊക്കോട്ടെ, എന്റെ ഹല്ലേലൂയ അധികാരത്തിന്റെ ചെങ്കോൽ കൈമോശം വന്നാൽ എനിക്ക് പ്രശ്നമില്ല, തലയിൽ കിരീടമില്ലെങ്കിലും കുഴപ്പമില്ല, ചുറ്റും നിൽക്കുവാൻ തോഴന്മാരും തോഴിമാരും ഇല്ലെങ്കിൽ പ്രശ്നമില്ല, രാജ്യം എന്നെ വിട്ടു പോകട്ടെ, 3 നേരം ഭക്ഷണം കിട്ടിയോ എനിക്കത് വിഷയമല്ല. പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട്, ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. ഇന്ന് രാത്രി നിങ്ങൾക്കും അങ്ങനെ പ്രാർത്ഥിക്കാമോ? വാട്ട് എവർ ഹാപ്പൻസ് ടു മൈ ലൈഫ് ഡസന്റ് മാറ്റർ ടു മീ, ഡു നോട്ട് ടേക്ക് ദ ഹോളി സ്പിരിറ്റ് ഫ്രം മീ. നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കല്ലേ. ഇന്ന് രാത്രി ആത്മനിറവിന് വേണ്ടി കൊതിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എനിക്ക് ആ പണ്ടത്തെ പാട്ട് പോരാ കർത്താവേ. കഴിഞ്ഞ ആഴ്ച പാടിയതുപോലെ എനിക്കിനി പാടണ്ട. ഒരു പുത്തൻ അഭിഷേകത്തോടെ ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആദരത്തിൽ നിന്ന് അന്യഭാഷ പാട്ടായി ഒഴുകുന്ന ഒരു കാലഘട്ടത്തെ സ്വപ്നം കണ്ട് എത്ര പേര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കും? ഊരബാന ഹതുരാധകന. വചനം തുറക്കുമ്പോൾ വെളിപ്പാടുകൾ കൊണ്ട് ഹല്ലേലൂയ സ്ക്രീനിൽ അക്ഷരം തെളിയുന്ന പോലെ ദൈവിക മർമ്മങ്ങളുടെ വെളിപ്പാടുകൾ നിങ്ങളുടെ കണ്ണിന് മുമ്പിലേക്ക് സ്വർഗം ഇന്ന് രാത്രി പകർന്നു തരട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. ആയിരിക്കുന്ന സ്ഥലത്തൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ക്യാൻ യു സ്റ്റാൻഡ് വിത്ത് മീ ഫോർ എ മൊമെന്റ്? നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആത്മാവിൽ നമ്മൾ പാടുമ്പോൾ ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന അതാ, എനിക്കൊരു ഉണർവ് വേണം. യാക്കോബിനെ പോലെ എൻ്റെ വീടിന് മുമ്പിലേക്ക് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള രഥങ്ങൾ, എൻ്റെ മനസ്സിനെ മടുപ്പിച്ച, മനസ്സിനെ മുറിപ്പിച്ച, രക്തമണമുള്ള, രക്തഗന്ധമുള്ള കാട്ടുമൃഗം തിന്ന് കടിച്ചു കീറി എന്ന് പറഞ്ഞ് ഇനി ജീവനില്ല, ജീവിച്ചിരിക്കത്തില്ല, അല്ലല്ല 13 വർഷം മുമ്പ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ചിലതൊക്കെ ഇന്ന് രാത്രി വർഷങ്ങളുടെ പഴക്കം നോക്കാതെ സ്വർഗം മടക്കി തരുന്ന ഒരു ആത്മീയ കാഴ്ചപ്പാടിന് വേണ്ടി എത്ര പേർ അകക്കണ്ണ് തുറക്കും? കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ട്, ഐ എം റിസീവിംഗ് ദാറ്റ് വാട്ട് ഐ ലോസ്റ്റ്. നഷ്ടപ്പെട്ടത് ഞാൻ ആത്മാവിൽ തിരിച്ചു പിടിക്കുന്നു. ശിംശോനെ പോലെ ഇനി ഒരു വഴി തുറക്കത്തില്ല, മരണം മാത്രമേ മുന്നിലുള്ളൂ, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് മടക്കി വെച്ച പുസ്തകത്തിൽ ദൈവം ഒരു ജീവന്റെ ഉറവ തുറന്നു കൊടുത്ത് വീണ്ടും ജീവിപ്പിച്ച പോലെ ഇന്ന് വരെ ആരും കാണാത്ത പുതു വഴികൾ, പുതു ഉറവകൾ സ്വർഗം കണ്ണിന് മുമ്പിൽ തുറക്കുന്ന കാഴ്ച കണ്ട് എത്ര പേർ സ്തോത്രം ചെയ്യും? സരേഫാത്തിലെ യൗവനക്കാരനെ പോലെ ആഹാരമുള്ള വീടാണ്, ഭക്ഷണമുള്ള വീടാണ്, സമൃദ്ധിയുള്ള നാടാണ്. പക്ഷെ പെട്ടെന്ന് കടന്നു വന്ന ദുരന്ത നിമിത്തം കണ്ണുനീര് വന്നപ്പോൾ അവിടെ ജീവൻ വ്യാപരിച്ചതുപോലെ ഇന്ന് രാത്രി ആര് കേട്ടാലും സമൃദ്ധി, ആര് കേട്ടാലും സന്തോഷം, ആര് കേട്ടാലും സമാധാനം. പക്ഷെ നിനക്കും നിന്റെ കുടുംബത്തിന്, കുഞ്ഞുങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു മൂകത, ശൂന്യത ഇന്ന് രാത്രി വീട്ടിൽ വ്യാപരിക്കുന്നെങ്കിൽ അവിടെ ചലനമുണ്ടാക്കാമെന്ന് ആത്മാവിൽ ദൂത് പറയുന്നു. എത്ര പേർ ഏറ്റെടുത്ത് സ്തോത്രം പറയും? വീട്ടുകാർക്കറിയാത്ത, നാട്ടുകാർക്കറിയാത്ത, വിട്ടുപോകുന്ന നാടിനറിയാത്ത ഒരു വല്ലാത്ത വേദന ഈ മാളികമുറിയിൽ വ്യാപരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ തന്നെ ഒരു ചൈതന്യം തരുവാൻ സ്വർഗത്തിന്റെ പദ്ധതിയുണ്ട്.